പോയിന്റ് മനസ്സിലാക്കണം. നേരെ ഒരു ചിന്നയും സക്കരയും വലയും കിട്ടിയാലോ പണ്ടത്ത് കത്തിയേറ്റാൻ വരെ തയ്യാറാവും. പ്രശ്നമല്ല. കാരണം എന്താ? ഇവരെ സകല തോന്നിയാസത്തെയും ആണുങ്ങളെ പോലെ നേരിട്ടു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഓരോ പ്രബോധകരും ഇപ്പോൾ സെലഫികളോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ ആദർശം പഠിച്ച മുഴുവൻ ആളുകളും. അതുകൊണ്ട് തന്നെ നുണക്കെതിരാ ഞങ്ങള്, അക്രമത്തിനെതിരാ ഞങ്ങള്, അനീതിക്കെതിരാ ഞങ്ങള്, സംഘടനക്കെതിരല്ല. അല്ല, നിങ്ങൾ ആലോചിച്ചോ, ഒരു കാറ് അത് ഓടിച്ചൊരുത്തനെ നെഞ്ഞത്ത് കെട്ടിയാലോ കാറ് കത്തിക്കും. കാറിന് എന്തോ കുഴപ്പമുണ്ടോ? കാറിന് ജീവനുണ്ടോ? ഉണ്ടോ? കാറിനാണോ തെറ്റുപറ്റിയത്? ആ ഓടിച്ചോനല്ലേ. എന്നിട്ട് എന്താ കാറ് കത്തിച്ചേ? ആ കാർ ഉപയോഗിച്ചു എന്നുള്ള പ്രതിഷേധം അല്ലേ? അല്ലേ? ഒരു സംഘടനയോടാണോ ദേഷ്യം? ഒരു സംഘടനയോട്. ആ സംഘടന ഉപയോഗിച്ച് തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് എതിർക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഒരു സംഘടന, ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന ദൈവത്തെ തടുക്കുക. തടുത്തില്ലേ? ഒരു സമ്മേളനം പ്രഖ്യാപിച്ച എന്താ പറയല്? എല്ലായിടത്തിലും പ്രവർത്തിക്കും മക്കളെ. ISM ചടകുടഞ്ഞേക്കട്ടെ, MSM ചടകുടഞ്ഞേക്കട്ടെ. പത്രത്തിൽ കണ്ടില്ലേ? ISM അനങ്ങണ്ട, MSM അനങ്ങണ്ട, ഞങ്ങൾ അനങ്ങിക്കോളാം. ഉണ്ടോ? ഉണ്ടോ? വീട്ടില് ഒരു മകന്റെ കല്യാണം നടക്കുമ്പോ, വീട്ടിലൊരു മകളെ കല്യാണം നടക്കുമ്പോ ബാപ്പ പറയാ ഒറ്റ കുട്ടി അനങ്ങരുത്, മിണ്ടിപ്പോരുത്, ഞാൻ നടത്തിക്കോളും എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഐക്യണ്ടെന്നാണോ അനൈക്യണ്ടെന്നാണോ? ആരാ ഇത് പ്രഖ്യാപിച്ചത്? നമ്മളാണോ? നമ്മളാണോ? സാൽവേഷം മറക്കാൻ കഴിയോ? ആരാ വിജയിപ്പിച്ചത് സമ്മേളനം? ഇതുവരെ ആരാ വിജയിപ്പിച്ചത്? ഏതൊരു സംഘടനയുടെയും യുവജന വിഭാഗമല്ലേ അതിനെ മരവിപ്പിച്ചു. എന്നിട്ടോ പെരിന്തൽമണ്ണയിൽ ഒരു വലിയ ഇൻസൈറ്റ് എക്സിബിഷൻ നിർത്തിവെപ്പിച്ചു, വിജ്ഞാനവേദി നിർത്തിവെപ്പിച്ചു, അതുപോലെ ഹദീസ് സെമിനാറുകൾ നിർത്തിവെപ്പിക്കുന്നു, വ്യക്തികളുടെ ക്ലാസുകൾ നിർത്തിവെപ്പിക്കുന്നു, QHLS പങ്കെടുക്കുന്നവരെ നിർത്തിവെപ്പിക്കുന്നു. ഒരു സംഘടന എന്തിനാ പ്രിയപ്പെട്ടവരെ? ദൈവത്തിനല്ലേ. അത് മുഴുവനും, അതറിയാവുന്ന മുഴുവൻ ആളുകളെയും നിർത്തിവെപ്പിച്ചിട്ട് എങ്ങോട്ടാ? ഈ പോക്കിനെയാണ് നിർത്തത്, സംഘടനയല്ല. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി നിന്റെ പോയിന്റിന്റെ രണ്ടാം വശം, ജിന്നിനോട് തേടുന്ന ഒരു മുജാഹിദും ഇല്ല. നിങ്ങൾക്കറിയാം, നമ്മളിതൊക്കെ പറയുമ്പോൾ സമസ്തക്കാരെ ഞങ്ങളെ ഇനി അമ്പിയാക്കളോട് വേർക്കാറില്ല, അമ്പിയാക്കളോട് ഞങ്ങൾ വേർക്കാറില്ല, വിളിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ക്ലിപ്പിംഗ് ആയിട്ട് കേൾപ്പിച്ചു കൊടുക്കും. അതിട്ട ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുക്കും അല്ലേ? അതിട്ട് ആളുകൾക്ക് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കും. അത് കേൾപ്പിച്ചു കൊടുക്കുമ്പോ അവരുടെ വാദം തകരും. അതെന്താ? ഒരു തങ്ങളും ഒരു മുസ്ലിയാരും ഒക്കെ എന്താണ്, നബിയേ ലെങ്ങറിയില്ലേ, എത്ര നേരമായി തങ്ങളെ, ഞങ്ങളെ കാണുന്നില്ല തങ്ങളെ, അല്ലേ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലിപ്പിംഗ് കിട്ടി നമ്മൾ കേൾപ്പിക്കും. നിങ്ങൾ ചിന്തിക്ക്, ഏതെങ്കിലും ഒരു മുജാഹിദ് പണ്ഡിതന്റെ ക്ലിപ്പിംഗ് ഇട്ടിട്ട് ജിന്നിനോട് മരുഭൂമിയിൽ വെച്ചിട്ട് ദ്വേർക്കിണ പ്രാർത്ഥിക്കുന്ന ഒരു ക്ലിപ്പിംഗ് ഇടാൻ കഴിയോ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുഴയിൽ വീണ ഒരു മുജാഹിദ് ജിന്നിനോട് തേടുന്ന ഒരു ക്ലിപ്പിംഗ് കാണിക്കാൻ കഴിയോ? 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 നിങ്ങൾ ആലോചിക്ക്. ജിന്നേ നീ എന്നെ കാണുന്നില്ലേ? വെള്ളത്തിൽ ഞാൻ മുങ്ങുന്നത് കാണുന്നില്ലേ? ജിന്നേ ഞാൻ തോട്ട് കുടുങ്ങിയ നീ കാണുന്നില്ലേ? ജിന്നേ ഞാൻ കെട്ടിടത്തിന്റെ മുകളിൽ വീണ നീ കാണുന്നില്ലേ? ജിന്നേ എന്ന് പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാ പറയുന്നത് അതൊരു നുണപ്രചരണമാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിച്ചവരാരും ഞങ്ങളെ വെറുക്കണ്ട. മാത്രമല്ല, നിങ്ങളുടെ ആളുകളെക്കാൾ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നിലാണ്, യഥാർത്ഥ ദീനിലാണ്. അതേ, ആ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പൊ പറയണെന്നറിയോ, ഈ വിശദീകരണങ്ങളൊക്കെ നടത്തി വരും ഒക്കെ മുശ്രിക്കാന്ന് എണ്ണീട്ട് ആ മീറ്റിങ്ങിനെ മഞ്ചേരി കയറി, മലപ്പുറം കയറി, തൃശ്ശൂർ വന്നു, കോട്ടക്കൽ വന്നു, അതൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തി. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇവരിൽ ഏറ്റവും നല്ല പ്രബോധകൻ പറയുകയാണെന്ത്? സക്കരിയ സ്വലായിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് വാദമില്ല, സഹായം തേടാന്ന് വാദമില്ല, എവിടെയായിരുന്നാലും തേടാന്ന് വാദമില്ല. അത് കേട്ടോളൂ നിങ്ങൾ. മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സ്വലായിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സ്വലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സ്വലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സ്വലാഹിക്കില്ല.
എങ്ങനെയുണ്ട്? ഇതിനെ രണ്ടാക്കി ആറ്റിക്കുറുക്കി എല്ലാരും ഉഷാറാക്കി സ്ഥാപനവും സംഘടനയും ഒക്കെ കയ്യിൽ മുറുങ്ങി എന്ന് തോന്നിയപ്പോ പറയാണെന്ത്? ആലോചിക്കണം. ഏത് എല്ലാരും ഉഷാറായി ആസ്ഥാനങ്ങളും, കാരണം എന്തൊക്കെ കിട്ടി? ആധാരങ്ങളൊക്കെ ഏറെക്കുറെ എത്തിക്കഴിഞ്ഞ്, എല്ലാം അനുഭവിക്കാനുള്ള പാകതയും പക്വതയും എത്തി, എല്ലാം കയ്യിൽ കിട്ടിയപ്പോ ഇപ്പൊ പറയാണെന്ത്? ഭൗതികമായ കാര്യം പോലും തേടാമെന്ന് ആർക്ക് വാദല്ല? സക്കറിയ സ്വലാഹിക്ക് വാദല്ല. മഹ്ശറയിൽ ഇവര് വരൂലേ? ഇവര് മഹ്ശറയിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവര് മഞ്ചേരി നടത്തിയ പ്രസംഗം ഇതാണോ? ഇവര് കോട്ടക്കൽ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ. ഞാനൊരു 20 മിനിറ്റ് പ്രസംഗിച്ചല്ലോ. അത് എപ്പോഴാ പ്രസംഗിച്ചറിയ നിങ്ങൾക്ക്? മഞ്ചേരിയിലെ സ്വലാഹിയുടെ പ്രസംഗത്തിനിടയിൽ ബൈലക്സിലെ എന്റെ 20 മിനിറ്റ് വലിയ വിവാദാക്കിയല്ലോ. ഞാൻ എപ്പോഴാ പ്രസംഗിച്ചെന്നറിയോ? അതും അറിയണം നിങ്ങള്. എന്തുകൊണ്ടാ അതൊക്കെ വിശേഷിച്ചെന്നറിയോ? അതും അറിയണം നിങ്ങള്. കോട്ടക്കലിൽ വെച്ച് ഈ സംഘടന നശിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച ഒരു പണ്ഡിതൻ പറയാണ്, സക്കറിയ എനിക്ക് നിന്നോടൊരു വെറുപ്പില്ല, എനിക്ക് നിന്നോടൊരു വെറുപ്പില്ല സക്കറിയ. ഒറ്റ കാര്യമേ എനിക്കുള്ളൂ. അതെന്താ? വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ദാഹു അബദാ ഹത്താ തുക്മിനു ബില്ലാഹി വഹദാ. ഓതി പ്രിയപ്പെട്ടവരെ, 60-ാമത്തെ അധ്യായത്തിലെ ഈ 4-ാമത്തെ വചനം ഇബ്രാഹിം നബി ബിംബാരാധകനായ ബാപ്പ ഹസറിനോട് ഓതി ആയത്ത് സക്കറിയ സ്വലാഹിയോട് ഈ സലഫി ഓതി പ്രിയപ്പെട്ടവരെ. അത് കേട്ടയെന്ന് എനിക്ക് അറ്റാക്ക് വന്നു, എനിക്ക് വേദന വന്നു. എന്തേ കാരണം? നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം. എന്താ പറഞ്ഞറിയോ? ഇബ്രാഹിം നബി ബാപ്പാനോട് പറയാ, ബാപ്പാ നിങ്ങളോട് എനിക്ക് ശത്രുതയാ, നിങ്ങളോട് എനിക്ക് വിരോധ, നിങ്ങൾ ബിംബാരാധകനാ. ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ സക്കറിയ, ഏകനായ റബ്ബിൽ നീ വിശ്വസിക്കുന്നത് വരെ എനിക്ക് നിന്നോട് ശത്രുതയാണ്, വേറെ വെറുപ്പൊന്നും എനിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുവഹിദിനെ തൗഹീദിന് വേണ്ടി പോരാടിയ അതേ കേരളത്തിലെ സമസ്തക്കാരോട് ചോദിക്ക്, പേരോടിന് ചോദിക്ക്, അതുപോലെ അലവി സക്കാഫിയോട് ചോദിക്ക്. ഇൽമു കൊണ്ടും അറിവ് കൊണ്ടും തന്റെ ഇടം കൊണ്ടും കഴിവ് കൊണ്ടും മുജാഹിദ് കേരളത്തിൽ അവർ പേടിക്കുന്ന ആൺകുട്ടി ഏത് എന്ന് ചോദിക്ക്. മണ്ണാർക്കാട്ടുകാരോട് ചോദിക്ക്, മുസങ്കടിക്കാരോട് ചോദിക്ക്. ഇടമുട്ടത്തിടക്ക് വെച്ച് മുട്ടിപ്പോയത് സക്കറിയ സ്വലാഹിയുടെ പാണ്ഡിത്യത്തിന് പിടിച്ചു നിൽക്കാനാവാത്ത ഈ ആളുകൾ കടപ്പാടുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മുഅ്മിനിനെ, ഒരു മുവഹിദിനെ 30 കൊല്ലത്തോളം ജീവിതം മുഴുവനും ആദർശ പ്രബോധനത്തിന് ഒഴിഞ്ഞു വെച്ച മനുഷ്യരെ പച്ചക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പക്ക് നേരെ ഓതിയ ആയത്തോതി. ഇനി പറ, അപാകത ഉണ്ടായിട്ടുണ്ടോ? കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഇവിടെ എന്തോ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ടോ? ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം, ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്താ പറയുന്നത്? സക്കറിയ സ്വലാഹിക്ക് ആ വാദങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ നിങ്ങളത് കേൾക്കുക. ഹനീഫന്റെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുമ്പോനെ കേൾക്കീൻ. ഇപ്പൊ അവര് തിരുവനന്തപുരത്ത് വെച്ചപ്പോ പറയുന്നത് എന്ത് എന്ന് നിങ്ങൾ കേൾക്കീൻ. മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കറിയ സ്വലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കറിയ സ്വലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കറിയ സ്വലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കറിയ സ്വലാഹിക്കില്ല. സക്കറിയ സ്വലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്. സഹോദരങ്ങളെ, അപ്പൊ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ വെറുതെ എന്താ പറഞ്ഞത്? ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് സക്കറിയ സ്വലാഹി സംഘടന പുറത്തായത് അല്ലേ? അതേ വാദം തന്നെയായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിക്കും അല്ലേ? എന്ത് നുണയാണ് ഈ പച്ച നുണ പറയുമ്പോ നമ്മൾ അങ്ങനെ തന്നെ എന്ന് പറയണോ? നിങ്ങൾ പറ, അത് പറയാനാണോ സംഘടന? ആണോ? നമുക്ക് ആദർശത്തെക്കാൾ വലുത് സംഘടനയാകാൻ പാടുണ്ടോ? ഏത് സംഘടനക്കും, ഇവിടുത്തെ ഏത് രാഷ്ട്രീയ മത സംഘടനകളോട്, ഇവിടുത്തെ മുസ്ലിം സംഘടനകളോട് നിങ്ങൾക്ക് ആദർശത്തെക്കാൾ വലുത് കാന്തപുരാകാൻ പാടുണ്ടോ? ഉണ്ടായി അങ്ങനെ ഒരുപാട് ആളുകൾ. ഞാൻ മിനേല് വെച്ചു, ഒരു വിദ്വാൻ എന്നോട് ചാടിക്കേറി, എന്തായാലും കാന്തപുരത്തിനേക്കാൾ വലുതൊന്നും ലോകത്തില്ലല്ലോ,
എന്ന് വിദ്വാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അള്ളാഹിനേക്കാൾ റസൂലിനേക്കാൾ വലുതൊന്നുമല്ലല്ലോ. ഞങ്ങൾക്ക് അള്ളാഹിനേക്കാൾ റസൂലിനേക്കാളൊക്കെ വലുതാണ്. അപ്പൊ ഇന്ന് അവരവിടെ എത്തിയിട്ടുള്ളൂ. അവരെ നന്നാക്കണ്ടോല നമ്മള്. അല്ലയാണോ വലുത്, കാന്തപുരാണോ വലുത്? കാന്തപുരാന്ന് പറയൂ. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുണ്ട്. ഞാൻ വെറുതെ പറയല്ല. കാന്തപുരത്തിനോട് ചോദിക്കാതെ അല്ലനി ഒന്നും ചെയ്യൂല എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു മൊയ്ലിയാര് പറയാ, ഒരു സ്വപ്നജീവി, ഓൾ വേൾഡ് സ്വപ്നജീവി എന്ന് പറഞ്ഞൊരു അഹ്സനിയുണ്ട്. ആ അഹ്സനി സ്വപ്നയെ കാണും, പിന്നെ മൂപ്പര് കാന്തപുരമായിട്ട് ബന്ധപ്പെട്ടതേ കാണും. അങ്ങനെ ശ്രദ്ധിച്ചോ, കാന്തപുര ഉസ്താദിന് വേണ്ടി മാത്രമേ മൂപ്പര് സ്വപ്നം കാണും. ഞാൻ വെറുതെ പറയല്ല, മൂപ്പര് എല്ലാ സ്വപ്നവും അതാണ്. ഉസ്താദിനില്ലാത്ത പോരിശല്ല. കേട്ട് നമ്മള് അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ അതിലൊന്നാണ് എന്ത്? കാന്തപുരം അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യൂല എന്നാ തോന്നുന്നത്. മോനെ ഒന്ന് കളിപ്പിച്ചു കൊടുക്ക്. 2 ദിവസം മുമ്പ് മഅദനിൽ നിന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ ക്ലാസ് എടുത്തു. അല്ലാഹു അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ അവസ്ഥ പറഞ്ഞാലും AP ഉസ്താദാണ് അവരുടെയും വളർച്ചയ്ക്ക് കാരണം. സയ്യിദന്മാർ അല്ലാഹു വലിയവരാക്കിയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ളൊക്കെ വേദിയിലേക്ക് തങ്ങളെ കൈപിടിച്ചത് ഉസ്താദ് തന്നെയാണ്. ഏത് നന്മ ഇപ്പൊ നടക്കുന്നുണ്ടോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, അതിൽ നിന്നൊരു വിഹിതം ഉസ്താദിന്റെ ഏടിലുണ്ടായിരിക്കും. അല്ലാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദ് അറിയാതെ ഞാൻ അല്ലാഹു തആല ഇവിടെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഉസ്താദിനെ ബന്ധപ്പെടാതെ ഇവിടെ ഒരു സുന്നി ഒരു ഇബാദത്ത് ചെയ്യില്ല. എങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവരെ? എവിടേക്കാണ് സമസ്ത എത്തിയത് എന്ന് നിങ്ങൾ അറിഞ്ഞോ? കാന്തപുരം ഉസ്താദ് അറിയാതെ അല്ലാഹു തആല ഇവിടെ ഇനി ഒന്നും ചെയ്യൂല. ഞാനിത് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര കഠോരമായ ശിർക്കാണ്, എത്ര ഗുരുതരമായ കുഫ്റാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പോലും അറിയാതെ അള്ളൊന്നും ചെയ്യൂല എന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? അമ്പിയാക്കളോട് ചോദിക്കാതെ, അമ്പിയാക്കൾ അറിയാതെ അള്ളാഹു അല്ലെ? നമുക്കറിയാം, നമ്മളറിയാത്തതൊക്കെ പ്രവർത്തിക്കുന്നതിനാണ് അള്ളാഹു. നമുക്കറിയില്ല അവൻ നാളെ എന്താ ചെയ്യാ, നമുക്കറിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്ത് ചെയ്യാനും സമസ്തക്കാരെ കുറ്റപ്പെടുത്തിയല്ല. നിങ്ങളുടെ നേതാക്കന്മാർക്ക് സംഭവിച്ച പിഴവിനെ കുറിച്ച് നിങ്ങളിപ്പോ ഉസ്താദിന്റെ മാത്രം പറയാൻ ഇത് പറയരുത്. വമ്പിച്ച കുഫറും ശിർക്കുമാണിത്. കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചിട്ടേ റബ്ബ് ചെയ്യുന്നു പറഞ്ഞാൽ പടച്ചോനെ നിങ്ങൾ എത്രത്തോളം ചെറുതാക്കി. നിങ്ങൾ ആലോചിച്ചു നോക്കെ എവിടെയാ കുഴപ്പമെന്ന് ആലോചിച്ചു നോക്ക് എന്റെ കൂട്ടരെ. എന്ത് ഗുരുതരമാണ്. ഞാനിത് കേട്ട ഫസ്റ്റ് ദിവസം എനിക്കിത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ, ഈ അഹ്സനി ഒരു പകരക്കാരനാണ്. എന്താ പടച്ചോനെ ഇയാൾ പറയുന്നത്? എന്തൊക്കെയാണ് ഈ ലോകത്ത് ഇയാൾ പറയുന്നത്? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ നോക്കേ, കാന്തപുരം നോക്കൊരു സുനാമി ഉണ്ടാകണം, അല്ല വിളിക്കണം മർക്കസിലേക്ക്. ഹലോ, കാന്തപുരല്ലേ ഇന്ന് പടച്ചോൻ ചോദിക്കുവോ? ഇതാ അഹ്സനി പറഞ്ഞിട്ട് കാന്തപുരം തിരുത്തിയോ? നമ്മള് ഇയാൾ അറിവില്ലാത്ത ആളെന്ന് വിചാരിക്കുക. ഇയാള് അറിവില്ലാത്ത റസൂലുള്ള വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തിരുത്തി. പാടില്ലായിരുന്നു. അതാ റസൂല് നേരെ വിളിച്ച് കാന്തപുരോ കൃത്യമായി കിട്ടിയ വിവരം എന്നറിയോ? ഓരോ സ്വപ്നത്തിനും കാന്തപുരത്തുമായി ബന്ധപ്പെട്ട് കാണുന്ന ഓരോ സ്വപ്നത്തിനും ലക്ഷങ്ങളാണ് അത്ര ഇയാൾക്ക്. ഇനി പറഞ്ഞറിഞ്ഞ് എവിടെ എത്തിയറിയോ? മോനെ ഉണ്ടല്ലേ, പാമ്പ് കടിച്ചിട്ട് മനുഷ്യർ മരിക്കലുണ്ട്, ഉസ്താദ് കടിച്ചിട്ട് പാമ്പ് മരിക്കുക. അതും കേട്ടോ നിങ്ങള്. അതും ഇയാൾ തന്നെയാ പറയുന്നത്. ഈ വലിയ ഉസ്താദിനെ പറ്റി ഈ ഉസ്താദാ പറയുന്നത്. അത് കേട്ടോ നിങ്ങള്. അതാണ് ദർസ് നടത്തുമ്പോൾ ബാത്റൂം കക്കൂസിന്റെ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ഒഴിഞ്ഞ കുറ്റിപ്പൊന്തകളിലേക്ക് നീങ്ങിയിരുന്ന കാലത്ത് രാത്രിയിൽ ഉസ്താദ് കക്കൂസിൽ പോയി വരുമ്പോൾ ഉസ്താദിനൊരു മൂർഖൻ പാമ്പ് കടിക്കുകയാണ്. ഉടനെ തന്നെ മരിക്കുന്ന വിഷമുള്ള ഈ പാമ്പ് കടിച്ച ഉടനെ ഉസ്താദ് അനാരം പിടിച്ചുകൊണ്ട് വരികയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്, ഞാൻ അതിനൊരു തട്ട് തട്ടിയിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക. ചെന്നു നോക്കുമ്പോൾ ആ പാമ്പ് ഉസ്താദിന്റെ വിഷമേറ്റ് ചത്തിരിക്കുന്നു. സഹോദരങ്ങളെ,
കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട സാധുക്കളോട് കാന്തപുരം വമ്പിച്ചേത് മൂർഖം പാമ്പിനേക്കാൾ വലിയ വിഷാണ് ഉസ്താദിനെന്ന്. അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു എന്ത് എന്റെ പലപ്പോഴും ഖുറാഫിനോടുള്ള ദേഷ്യം എന്താ, ഒരു മൊയ്ലിയാരെ കണ്ടാലും ഒരു പാമ്പിനെ കണ്ടാലും നമ്മൾ ആരെ കാണുമ്പോ ഓടണ്ടെന്ന് ചോദിച്ചു. പണ്ട് എന്റെ പേരിൽ എല്ലാരും ചോദിച്ചു, അങ്ങനെയൊക്കെ ചോദിക്കാവോ മൗലവി? ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ട് ഏത് ഒരു മൊയ്ലിയാരെ കണ്ടാലാണോ ഓടണ്ട്, പാമ്പിനെ കണ്ടാലാണോ? ഞാൻ പറഞ്ഞു മൊയ്ലിയാരെ കണ്ടാ ഓടണോ? അത് ക്ലിയറായി. കാരണം അക്സരി പറയാണ് കാന്തപുരത്തിനെ കണ്ട ഓടിക്കോളി, തട്ടിയ വിഷയേൽക്കും, മരിച്ചും പോകും. പാമ്പിനും മൂർഖം പാമ്പിനും വിഷണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, ക്ലിപ്പിങ്ങാ. എവിടെയാ എത്തിയത്? കാന്തപുരത്തിന് വിഷയിട്ട് മൂർഖം പാമ്പ് മരിച്ചിന്ന്. എന്റെ പൊന്നു ഞങ്ങൾ ഇത് ഉസ്താദിന് നന്മയാണോ ഉസ്താദിനെ പറ്റിയുള്ള തോന്നിയാസം? എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് പടച്ചോനോർത്തിട്ട് മരിക്കണല്ലോ എന്നോർത്തിട്ട് ബാക്കിയൊക്കെ വിട്ടുകളി, ബാക്കിയൊക്കെ വിട്ട് നിങ്ങൾ കണ്ടോ, ഞങ്ങളാരും പ്രസ്ഥാനം തന്നെ കെട്ടിപ്പിടിക്കാറില്ല. കാരണം പ്രസ്ഥാനം ഹക്കായ ദീന് പ്രചരിപ്പിക്കാനാ. അതില്ലെങ്കിൽ അതിനാട് ഒഴിവാക്കുക. ഇതുപോലെ ഒരു കാറ് യാത്ര ചെയ്യാനാ, 4 ടയറും പഞ്ചറാണെങ്കിൽ കാറോ എന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ചാല് അത് എത്തേണ്ട അടുത്ത് എത്തുവോ? കാറ് നല്ല ടയറും അതിൽ പെട്രോളും അതിന്റെ യന്ത്രവും ഒക്കെ ക്ലിയർ ആയതുകൊണ്ട് അതുകൊണ്ട് എടുക്കൂ. സംഘടന പഞ്ചറായാലോ ആരോ ഉണ്ടോ സംഘടന കെട്ടിപ്പിടിച്ചിക്കല്? കാരണം നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലെത്തല, സംഘടന കെട്ടിപ്പിടിക്കലല്ല. ഇത് ആലോചിച്ച് ഞാനിത് പറയുന്നറിയോ? എവിടെ വളരെ കൃത്യമായി പറഞ്ഞു കായക്കൊടിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സക്കറിയ മൗലവിക്ക് വാദല്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ കൽപ്പിച്ച സ്റ്റേറ്റ് നേതൃത്വത്തിലെ നേതാവ് പറഞ്ഞതോ അല്ലല്ലാത്തുള്ള പ്രാർത്ഥി. അപ്പൊ നുണയല്ലേ? ഇവർക്കിടയിൽ പോലും വൈരുദ്ധ്യല്ലേ? നുണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. പടച്ചോന്റെ തൗഫീഖ് ഉണ്ടാവൂല, പടച്ചോന്റെ സഹായം ഉണ്ടാവൂല. ഈ വസ്തുത ഗൗരവമായി നിങ്ങൾ പഠിക്കണം. ഈ സമൂഹം ശിർക്കിലെത്തിപ്പെടരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, സംഘടനയുടെ തെറ്റുകളെ അത് മനസ്സിലാക്കി തിരുത്തി പഠിപ്പിച്ചിട്ടും ഒരു നിലക്കും അത് മാറുന്നില്ലെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ കൃത്യമായ നടപടികൾ എടുക്കണം പറയുന്നു. മാത്രമല്ല, നമുക്ക് ആദർശാണോ വലുത്, സംഘടനയാണോ? എല്ലാരും ചിന്തിക്കുക, ആദർശാണോ വലുത്, സംഘടനയാണോ വലുത്? പറഞ്ഞു എവിടെ എത്തിയത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് വിധിക്കുക നമ്മൾ പറയൽ. പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? പലരും നേതാക്കന്മാര് ജമിയത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം എന്നാണോ നമ്മുടെ നടപടി? നമ്മൾ എങ്ങനെയാണോ ഖുർആനിനും സുന്നത്തിനും സച്ചരിതരായ സലഫുകളുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ വിവാദവും പ്രശ്നത്തിന്റെയും കാതലായ ഒരു വശവും കൂടി ഞാൻ അങ്ങ് പഠിപ്പിച്ചു തരാം. മടവൂർ വിഭാഗവുമായി നമ്മൾ പിരിഞ്ഞല്ലോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്ന് അവർക്കിടയിൽ ഉണ്ടായിരുന്നു അഖലാനിയാക്കൽ, സ്വന്തം ഇഷ്ടപ്രകാരം പലതിനും അഭിപ്രായം പറയാം, തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാം, ഹദീസുകളെ തോന്നിയ പോലെ വ്യാഖ്യാനിക്കാം, ഹദീസുകളെ തട്ടിക്കളയാം. അക്കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ജമിയത്തുൽ ഉലമയുടെ മേൽനോട്ടത്തിൽ മദീനത്തുൽ ഉലൂമിൽ വെച്ച് 10-36 മണിക്കൂർ നീണ്ടുന്ന ഒരു ചർച്ചയുണ്ടായി. ആ ചർച്ചയുടെ മിനിറ്റ്സ് ആണിത്. 12 കൊല്ലം മുമ്പുള്ള മിനിറ്റ്സ് ആയത്. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. മുജാഹിദ് പ്രസ്ഥാനം സുതാര്യമാണ്. അതിന് ജനങ്ങളോട് പറയാൻ പറ്റുന്നതേ അതിലുള്ളൂ. അതിന് നിങ്ങൾ വിശദീകരിക്കുന്നു. നോക്കേ, KNM കോർഡിനേഷൻ വകുപ്പിന്റെ ആവശ്യപ്രകാരം കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതിയുടെ അംഗീകാരത്തോടെ നടന്ന പണ്ഡിത ചർച്ചയുടെ തുടർച്ചയായി തീരുമാനത്തിന് വേണ്ടി 2001 ജൂൺ 4 മദീനത്തുൽ ഉലൂം ലൈബ്രറിയിൽ ചേർന്ന KJU നിർവാഹക സമിതി യോഗത്തിന്റെ മിനിറ്റ്സ്. എത്രയോ മണിക്കൂറുകൾ. എനിക്ക് സമസ്തക്കാരായ ആളുകളോടും ഇത് വായിക്കുമ്പോ ചില കാര്യങ്ങൾ പറയാണ്. ഞങ്ങൾ എന്താന്ന് ഞങ്ങളാ പറയുന്നത്, നിങ്ങളും ആലോചിച്ചു ഞങ്ങൾക്ക് എന്താ പറയാ? കേട്ടോ, വ്യതിയാനം സംബന്ധിച്ച വിവരണവും പ്രതികരണങ്ങളും തീരുമാനങ്ങളും ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഖുർആൻ മാത്രമല്ല കേട്ടോ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഗൗരവമായ ചിന്തയിലേക്ക് വരണം. ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് മോചിതമാകണം. അതിനുവേണ്ടിയാണ് ഞാനിത് ആവർത്തിക്കട്ടോളൂ. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം മൻഹജ് അവലംബിക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു മൻഹജ് തന്നെ ഇല്ലെന്നുമുള്ള വാദം നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ്. അപ്പൊ നാം ഇതുവരെ വെച്ചു പുലർത്തിയ ആശയം എന്താണ്? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിന് ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം, ഹദീസ് എങ്ങനെ മനസ്സിലാക്കണം പോരാ, എങ്ങനെ വ്യാഖ്യാനിക്കണം,
അങ്ങനെ മതപരമായി സ്വീകരിച്ചാചരിക്കണം. ഇത് സച്ചരിതരുടെ മാർഗം എന്താണോ, ഒരായത്തിന് സച്ചരിതർ എങ്ങനെ മനസ്സിലാക്കി? ഒരു കേട്ടോളി, KNM എന്താന്ന് കേട്ടോളി, KJU എന്താന്ന് കേട്ടോളി. സച്ചരിതരായ സലഫുകൾ ഒരു ഹദീസ് കിട്ടി, ആ ഹദീസിനെ അവരെങ്ങനെ മനസ്സിലാക്കി, ആ ഹദീസിനെ അവരെങ്ങനെ വ്യാഖ്യാനിച്ചു, അതുപോലെ വ്യാഖ്യാനിക്കാവൂ. അതാണ് നാം ഇതുവരെ പുലർത്തി പോകുന്നത്. സമ്മതിച്ചോ? ഇതിൽ പ്രഗത്ഭരായ 21 പണ്ഡിതന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട 21 സലഫി പണ്ഡിതന്മാർ ഇതിൽ വെച്ചു. എന്നിട്ടോ അവരുടെ പ്രതികരണം കേട്ടോളൂ. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്ന വാദം ഞങ്ങൾക്കില്ല. മടവൂരികൾ എന്ന് പറഞ്ഞ അവസാനം തീരുമാനം എന്താ? തീരുമാനം കേട്ടോളൂ. തീരുമാനം വായിച്ച് കേൾപ്പിച്ചരാ. നമ്മുടെ തീരുമാനം എന്ത്? അതിൽ ഞങ്ങൾ പുറകോട്ട് പോയെങ്കിൽ നിങ്ങൾ പറ. ഞങ്ങളെ ഇപ്പൊ പുറത്താക്കുന്നവരെയും മാറ്റി നിർത്തുന്നവരെയും അന്ധവിശ്വാസികൾ എന്ന് വിളിക്കുന്നവരെയും എല്ലാം ഉണ്ടല്ലോ, ആ ആളുകളോട് നിങ്ങൾ പറ, ഇതിനെതിരെ ഞങ്ങൾ എന്ത് ചെയ്തു? KNM-ന്റെ KJU-യുടെ തീരുമാനത്തിനെതിരായി ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ചെയ്ത 100 കാര്യം പറയാൻ ഞങ്ങൾ 100 കാര്യം. നിങ്ങൾ ഈ എടുത്ത തീരുമാനത്തിനെതിരെ ഞങ്ങൾ ഒന്ന് പോലും ചെയ്തിട്ടില്ല, ഒന്ന് പോലും. ധൈര്യസമേതമാണ് ഞാൻ പറയുന്നത്. തെളിയിക്കാൻ കഴിയില്ല, ആരോപിക്കാം, കള്ളത്തരം പറയാം, സ്വന്തം ക്ലിപ്പിംഗ് കട്ട് ചെയ്ത് മുറിക്കാം, സ്വന്തം ക്ലിപ്പിംഗ്. അങ്ങനത്തെ നേതാക്കന്മാരുണ്ട് നമുക്ക്. ആലോചിച്ചു നോക്കണം നിങ്ങൾ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിശാച് ഏറ്റവും കൂടുതൽ പഴപ്പിക്കാൻ ശ്രമിക്കുക എവിടെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട മുജാഹിദ് പ്രസ്ഥാനത്തിന് കുഴപ്പമാണ്. ലോകത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത സ്വഹാബത്ത്, ആ കൂട്ടത്തിൽ പിന്നെ ജീവിച്ചു വന്ന കുറച്ച് മുനാഫിക്കുകൾ, നല്ല മുസ്ലിം പേരിൽ പള്ളിയിൽ വന്ന നിസ്കാരവും നോമ്പും താടിയും ഒക്കെ അല്ലേ അവരെന്നാ പിന്നീട് ഖവാരിജുകളും ഷിയാക്കളും മുത്തസിലിയാക്കളും മറ്റൊക്കെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടാവുള്ളൂ ലോകത്ത്. പിഴച്ചോൽ നിന്ന് പിന്നെ പിഴക്കേണ്ട കാര്യമല്ല, കൂടുതൽ പിഴവിലേക്കുള്ള യാത്ര. പക്ഷേ സത്യസന്ധരായ ആളുകളിൽ പിന്നെ പിഴവുണ്ടാകുക, അങ്ങനെ ഉണ്ടാവുക, അങ്ങനെ ലോകത്ത് ഉണ്ടാകുക. അത് മനസ്സിലാക്കിയിട്ട് ചർച്ച ചെയ്യും. ഇനി തീരുമാനം കേട്ടോ. ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് 36 മണിക്കൂർ നീണ്ടു നിന്ന തുടർച്ചയായ ചർച്ചയ്ക്ക് ശേഷം യോഗം അംഗീകരിച്ചു. ഇതാ നമ്മുടെ നിലപാട്. ഈ നിലപാടിനെതിരായപ്പോ മടവൂരികളെ പിരിച്ചുവിട്ടത്. പറയൂ, ഈ നിലപാടിനെതിരായി നമ്മൾ എന്തെടുത്തു? കേട്ടോ, ഹദീസ് മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും. ഇനി ഞാൻ പറയാം, വളരെ പ്രസിദ്ധമായ ഒരു പോയിന്റിലേക്ക്. ഈ പോയിന്റ് നിങ്ങൾ ഈ വിഷയത്തിൽ മറക്കുകയേ അരുത്. എന്താ പോയിന്റ്? ഇവിടെ ഒരു ദുർബല ഹദീസിനെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ ഇവിടുത്തെ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ആ ഹദീസ് ദഈഫാണ് എന്ന് എല്ലാരും പറയും, അനുകൂലികളും പ്രതികൂലികളും എല്ലാരും, സമസ്തക്കാര് പോലും അത് സ്വഹീഹാണ് എന്ന് മണ്ണാർക്കാട് വാദിച്ചില്ല, മരിച്ചിരിക്കുകയായിരുന്നു, വാദം വിട്ടുപോവുകയായിരുന്നു. സക്കറിയ സുലായി വിശദീകരിച്ചപ്പോൾ അവരിരുന്നു, അവരാരും അതിനെ തർക്കിച്ചില്ല. കാരണം അവർക്ക് ആ പോയിന്റ് എന്ന് മനസ്സിലായി. കാരണം അവരുടെ കൂട്ടത്തിൽ ഇന്ന് വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്നവരെക്കാൾ ഇരുത്തം വന്ന ആളുകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇനി കേട്ടോളൂ, ഈ ഹദീസ് ദഈഫാണെന്ന് ഞങ്ങൾ പറയും, ഈ ഹദീസ് ദഈഫാണെന്ന് KNM പറയും, ഈ ഹദീസ് ദഈഫാണെന്ന് ജമിഅത്തുൽ ഉലമ പറയും, ഈ ഹദീസ് ദഈഫാണെന്ന് ലോകത്തിലെ എല്ലാ പണ്ഡിത സംഘടനകളും പറയും. ഇനി ആലോചിക്കാം. ഇനി എന്റെ ചോദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഈ ഹദീസ് ദഈഫാണെന്ന് ഖുർആനിലുണ്ടോ? മൗലവി ഒരു ഹദീസ് ദഈഫാണെന്ന് ഖുർആനിലുണ്ടാവോ? പൊട്ടപ്പോയതും ചോദിക്കേ. ചോദ്യത്തിന്റെ മർമ്മം മനസ്സിലാക്കി മുന്നോട്ട് നീക്കും. ഈ ഹദീസ് ദഈഫാണെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ ഹദീസ് ദഈഫാണെന്ന് ഹദീസിലുണ്ടോ? ഉണ്ടോ? നബി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ടോ ഈ ഹദീസ് ദഈഫാണ്? താബികളിൽ ചർച്ച ഉണ്ടായിരുന്നു. നിൽക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഇല്ല. അപ്പോ ചോദിക്കുക ആളുകൾ, ഖുർആനിൽ ദഈഫ് ഉണ്ടാവുമല്ലോ, ഈ ഹദീസിൽ ദഈഫ് ഉണ്ടാവുമോ? അത് പണ്ഡിതന്മാരല്ലേ ചർച്ച. വരട്ടെ, അവിടെ വരട്ടെ. എനിക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഹദീസ് ദഈഫാണെന്ന് എല്ലാവരും അംഗീകരിച്ചില്ലേ? നിങ്ങളോട് ആരെയും പറഞ്ഞത് ദഈഫാണ്? ഈ ഹദീസ് ദഈഫാണ് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഉസൂലുൽ ഹദീസിന്റെ ആളുകളല്ലേ, മുഹദ്ദിസീങ്ങളല്ലേ, പണ്ഡിതന്മാരല്ലേ, ഹദീസ് പഠിച്ചവരല്ലേ.
അതെ, ഈ ഹദീസ് ലൈഫാണെന്ന് മനസ്സിലാക്കാനുള്ള അവരുടെ പാണ്ഡിത്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. പോയിന്റ് നമ്പർ 1 നോട്ട് ചെയ്തോളി, ശരിക്കും പഠിച്ചോളി. ഇന്ന് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റാഹത്തായിട്ട് പോകാം, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹദീസ് ലൈഫാണെന്ന് പറയാൻ ബാധ്യതപ്പെട്ട പണ്ഡിതന്മാരല്ലേ പറഞ്ഞു? അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാരും ആ ഹദീസ് ലൈഫാന്ന് പറഞ്ഞ് ആ ഹദീസ് ലൈഫാന്ന് പറയാനുള്ള പാണ്ഡിത്യം ആ പണ്ഡിതന്മാർക്ക് നമ്മൾ വകച്ചു കൊടുത്തു ഇല്ലേ? അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അവർ പറഞ്ഞ സത്യമാണ്, അത് ലൈഫാണ്. എങ്കിൽ അടുത്ത എന്റെ ചോദ്യം ആറ്റം ബോംബ് കണക്കെ ഇതേ പണ്ഡിതന്മാർ ആ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയും. ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയുന്നു. ഇത് ചർച്ച ചെയ്ത ലോക സലഫി പണ്ഡിതന്മാർ മുഴുവൻ എന്റെ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഹദീസ് ലൈഫാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു. അതേ പണ്ഡിതൻ, അതേ നേതാവ്, അതേ മുഹദ്ദിസ്, അതേ ഉസൂലുൽ ഹദീസിന്റെ ആളുകൾ ഈ ഹദീസിൽ ശിർക്കില്ല എന്ന് പറയും. എങ്കിൽ ആദ്യത്തേത് എടുത്തു, രണ്ടാമത്തേത് തള്ളാൻ നിങ്ങളെ മാനദണ്ഡം എന്താ? പ്രശ്നം പരിഹരിച്ചു. ഇന്ന് ഈ വിഷയത്തിലെ പ്രശ്നം പരിഹരിച്ചു. അതല്ല, ലൈഫ് എന്ന് പറയാനുള്ള പാണ്ഡിത്യേ അവർക്കുള്ളൂ. ശിർക്കും തൗഹീദും തീരുമാനിക്കുന്നത് ഞങ്ങൾ മൂന്നാളാണ് എന്ന അഭിപ്രായന്റെ അത് നിങ്ങൾ എഴുതി തരണം. അതായത് ലൈഫാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവേ ഉള്ളൂ, അതിൽ ശിർക്കില്ലാണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്കുള്ള നിങ്ങൾക്ക് വാദമുണ്ടോ? ഞങ്ങൾ തുറന്നു പറയണം. ഈ ചോദ്യങ്ങൾ വിടരുത് കേട്ടോ. ഈ ചോദ്യങ്ങൾക്ക് ഏത് സദ കിട്ടിയാലും നിങ്ങൾ ചോദിക്കണം. ഉസ്താദുമാരെ, മൗലവിമാരെ, നേതാക്കന്മാരെ, ഈ ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഹദീസിന്റെ മതനിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതാ ഞങ്ങളെ ചോദ്യം. ഇത് പോയിന്റാണ്. ഇനി നമ്മൾ ഒന്നുകൂടെ ആലോചിക്കാം. ലോകത്ത് ഇന്ന് വരെ കേരളത്തിന്റെ പോയിന്റ് നിങ്ങൾ ശരിക്കടി വരട്ടെ. ഞാന് സൗദിയിലായിരുന്നു, ഇപ്പൊ യു എയിൽ നടന്നിരുന്നാൽ UAE ഔഖാഫ് മന്ത്രാലയം ഉണ്ട്, അബുദാബി ബേസ്ഡ് മന്ത്രാലയം. UAE ഔഖാഫിന്റെ മന്ത്രാലയത്തിന് നമ്മൾ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ദുർബല ഹദീസിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് നമ്മൾ ആ ഔഖാഫിൽ സമർപ്പിച്ചു. അതിൽ ശിർക്കുണ്ടോ ഇല്ലേ, എന്താ പ്രശ്നം, ഹദീസ് ലൈഫാണോ, എന്താ അമൽ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ അവരെ ചർച്ച വന്നു, അവരെ ഫത്വ വന്നു. കഴിഞ്ഞ ദിവസം കേൾക്കീൻ, നിങ്ങൾ അറിയീൻ, നിങ്ങൾ പഠിക്കീൻ. ഹദീസ് ലൈഫാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ആ ഹദീസിന്റെ മതനിൽ ശിർക്കില്ല. ഒന്ന് ലജ്നത്തു ദായിമ ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു. ധൈര്യമുണ്ടോ ആ ഹദീസിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞ് ഒരു പണ്ഡിതനെ ഉദ്ധരിക്കാൻ? ഒരൊറ്റ പണ്ഡിതനെ യാ ഇബാദല്ലാഹി നൂനി എന്നതിൽ ശിർക്കുണ്ട്, അതിന്റെ മതനിൽ ശിർക്കുണ്ട് എന്ന് പറഞ്ഞൊരു പണ്ഡിതനെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണോ? ശിർക്കല്ലാത്തൊരു കാര്യം നമുക്ക് ശിർക്കാക്കാൻ അല്ലാഹ് അവകാശം തന്നിട്ടുണ്ടോ? ഇത് കെ മൗലവി ഉദ്ധരിച്ചൊരു ലേഖനത്തിൽ ഈ ആയത്തെടുത്തു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊക്കെ ആലോചിച്ച് കെ മൗലവി എന്താ പ്രശ്നം? ഒരു കാര്യം ശിർക്കാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹ് ഹലാലാക്കിയ ഹറാമാണെന്നും. ഇനി ഇതിന്റെ ഒരു അപകടവും കൂടി എന്താ അറിയുന്നത്? അതായത് കേരളത്തിലെ 3 ആളുകൾ അവര് ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാക്കി, എന്നിട്ട് ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാക്കാനുള്ള അവകാശം അവർക്ക് വകവെച്ചു കൊടുത്താൽ ആ വകവെച്ചു കൊടുക്കുക വഴി അള്ളാഹുവിലേക്ക് അവരെ പങ്കുചേർത്തു. ആ പങ്കുചേർത്തവർ മുശ്രിക്കായി. എത്ര വലിയ അപകടം അവിടെ നടക്കണറിയോ? എത്ര വലിയ അപകടം അവിടെ ഉണ്ടാവണറിയോ? നിങ്ങൾക്കറിയോ, കേരളക്കരയിലെ സമസ്തക്കാർ ഒരു കാലഘട്ടത്തിലും ആഘോഷിക്കാത്ത ആഘോഷം മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിൽ ആഘോഷിച്ചു. എന്താ പറഞ്ഞറിയോ ഹസനി? അൽഹംദുലില്ലാഹ്, ഈ വാദപ്രതിവാദം വിജയിച്ചു. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അവിടേക്ക് ഞങ്ങളെ എത്തിച്ചു തന്നു. അൽഹംദുലില്ലാഹ്. എന്തായിരുന്നു കിടക്കോ? ആ പോയിന്റ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിണ്ടോ? എന്നാ മനസ്സിലായിക്കോളി. എന്താ പ്രശ്നം എന്നറിയോ? നാളിതുവരെ കേരളക്കരയിൽ ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണോ എന്ന് ഇവർ ചോദിച്ചു. നമ്മൾ ആരും ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല. ഇമാമിങ്ങൾ തൗഹീദിനെതിരായി ചെയ്യുകയില്ല. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അവർ മുവഹിദുകളാണ് എന്നാണ് നാളിതുവരെ നമ്മൾ എന്ത് ചെയ്തത്? മറുപടി കൊടുത്ത്. സമസ്തക്കാർ സാധാരണ ജനങ്ങൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കാൻ പറയുന്ന ഒരു കാര്യം എന്താണ്?
എന്താണ്? നിങ്ങൾ എല്ലാവരും അറിയണം എന്താണ് അവർ പറയലേ? ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവരാണ് ആര്? മുജാഹിദുകള്. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവർ. ഇപ്പൊ അവർ പറഞ്ഞു, ആ വാദപ്രതിവാദം തന്നെ പറഞ്ഞു, കണ്ടോ ലോക മുസ്ലിമീങ്ങളെ ഇവര് മുശ്രിക്കാക്കുന്നു. ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചോ? കേട്ടോളി, ലോക ഇമാമീങ്ങളെ വരെ ഇവർ മുശ്രിക്കാക്കും. അതാണ് ഇവിടെ കായക്കൊടിക്കാരൻ ചെയ്തത്. ഇപ്പൊ എന്താ ഉണ്ടായതറിയോ? ഇപ്പൊ ഉണ്ടായ ദുരന്തം എന്നറിയോ? ശിർക്കില്ലാണ്ടാകുകയാണോ ചെയ്തത്? ഇത് പറയുക വഴി അല്ല സമസ്തയിലെ നല്ലൊരു വിഭാഗത്തെ മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിലെ മുജാഹിദുകളുടെ ഈ നേതാക്കന്മാർ ചെന്നിട്ട് അവരുടെ ഒരു നേതാവ് പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞതിന്റെ പേരിൽ ഉണ്ടായ ദുരന്തം എന്നറിയോ? കേട്ടോ, പഠിച്ചോ, മനസ്സിലാക്കിക്കോ. എന്താ ഉണ്ടാവുക? നൗഷാദ് ഹസനി പ്രസംഗിച്ചു കഴിഞ്ഞു. അതുപോലെ പേരോട് നാളെ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നു. എന്ത്? തൗഹീദ് അചഞ്ചലമാണ്. എന്താ അവര് പറയാൻ പോണെന്നറിയോ? അവര് പറഞ്ഞു കഴിഞ്ഞു, എന്റെ ജനങ്ങളെ, അവരുടെ ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഏയ് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവരായി ഇവരെ നിങ്ങൾ പറഞ്ഞല്ലോ. അതിന് തെളിവൊന്നുമില്ലാത്തോണ്ട് നിങ്ങൾ പറഞ്ഞു വിശ്വസിച്ചില്ല. പക്ഷേ ലോക ഇമാമീങ്ങളെ വരെ മുശ്രിക്കാക്കുന്ന ഇവർ നമ്മളെ മുശ്രിക്കാണ്ടിക്കുവോ എന്ന ചോദ്യത്തിലൂടെ ഒരു ഫലത്തിൽ എന്താ ഉണ്ടാവുക? സാധാരണക്കാർ ചിന്തിക്കും, ലോക മുസ്ലിമീങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ ഞങ്ങളെ മുശ്രിക്കാക്കുന്ന ഇവർ ഇമാമിങ്ങളെ പോലും മുശ്രിക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മുശ്രിക്കാക്കോൽക്ക് വല്ല മടി ഉണ്ടാവുമോ? അതുകൊണ്ട് ലോക ഇമാമിങ്ങൾ ചെയ്ത ഈ തേട്ടം മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ, അമൃതങ്ങളെ കാക്കണേ തുടങ്ങിയ തേട്ടാണ്. അത് തേടി ഇമാമിങ്ങളെ അവർ മുശ്രിക്കാക്കി. പിന്നെ നമ്മളതുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരെന്താകുക? കൂടുതൽ അതിൽ ഉറച്ചു നിന്ന് ശിർക്കിലായി അവർ മരിക്കുക. ആരാണ് ഇവിടെ ശിർക്ക് പ്രചരിപ്പിച്ചത്? ഈ ആളുകൾക്കെതിരാണ്. ഈ ആളുകൾക്കെതിരാണ്. ഈ പാവപ്പെട്ട സമസ്തക്കാരെ ശിർക്കിൽ ഉറപ്പിച്ചു നിർത്താൻ വാദപ്രതിവാദത്തിൽ അവർ കായുധം നൽകിയവർക്കെതിരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഈ പോയിന്റ് മനസ്സിലായോ? ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തോ? കാരണം എന്താ? സാധാരണ നമ്മൾ പറയുമ്പോ നമ്മള് മാത്രമല്ല ഇതിൽ അത്ഭുതം എന്നറിയോ? നിങ്ങൾ മുജാഹിദുകൾ മുശ്രിക്കും ഗാഫുറാക്കുന്നവരാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് ഉസങ്കടിയിൽ ഇതേ മൂവാറ്റുപുഴയിൽ പങ്കെടുത്ത മൗലവി അല്ലേ, എന്റെ സുഹൃത്ത്, അവിടെ ഞങ്ങളല്ല നിങ്ങളാക്കലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചേരാന്ന് പറഞ്ഞ മനുഷ്യനാ. ആ മനുഷ്യൻ ചെന്നിട്ടാണ് ഇമാമിങ്ങളെ മുശ്രിക്കാക്കി ചിത്രീകരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഞങ്ങൾ പറയുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? ഇമാമിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് ഞങ്ങൾ പറയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ? എന്നാ കേട്ടോ, ജബ്ബാർ മൗലവിയും സക്കറിയ സുലൈയും ഒക്കെ മുശ്രിക്കാണ് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളുടെ സെൻസിങ്ങിലുണ്ട്. ഞാനത് ആക്കുന്ന ആളാണ്. ആരാ ഇവിടെ അപകടകാരി? ആയിക്കോളി, പക്ഷെ റബ്ബുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കി കളി. എല്ലാരും ഇതേ മുടിയുടയോനൊക്കെ ഉണ്ടല്ലോ ഇവിടെ, കുറെ മുടിയുടയോന്മാർ, കോടികൾ സമ്പാദിച്ച് അതിനടയിരിക്കുന്ന മുടിയുടയോന്മാർ, അവരും പടച്ചോനും പേടിച്ചോ. വിശ്വാസികളെ വഞ്ചിക്കരുതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്, ചതിക്കരുതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് അറിയാൻ കാണാൻ കഴിയോ? എന്റെ ഒക്കെ ക്ലിപ്പിങ്ങിൽ ഒരു വൈരുദ്ധ്യം ദാർശനികമായി കാണാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? ഞാനുള്ള ഹക്ക് പറയാലോ. ചതിക്കുക എന്ന് പറഞ്ഞ, മനുഷ്യനെ ചതിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാനാകാത്ത നമ്മളെ വിശ്വസിച്ച്, നമ്മളെ ഹക്കിലേക്ക് ക്ഷണിക്കുമെന്ന് വിശ്വസിച്ചിട്ട് പാവപ്പെട്ടവരെ ചതിക്കുക ചെയ്യരുത്. ഒരാളും ചെയ്യരുത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥാവിശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഒരിക്കലും സംഘടനയേക്കാൾ വലുത് അല്ലെ ആദർശമല്ലേ, ആദർശത്തെക്കാൾ വലുത് സംഘടനയാകാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞപ്പോ എനിക്കെതിരെ വമ്പിച്ചാഞ്ഞടി ഉണ്ടായി. ഞാൻ പറഞ്ഞു, സാധാരണ ഉദാഹരണം പറയാറുണ്ട്, ഈ മൊബൈൽ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. എന്നിട്ട് പറഞ്ഞപ്പോ പറയണെന്നറിയോ? മുജാഹിദ് ബാലുശ്ശേരി ഇല്ലാത്ത എന്ത് മുജാഹിദ് പ്രസ്ഥാനാണ് എന്ന് ഞാൻ ചോദിച്ചു. വലിയൊരു നേതാവ് ഇപ്പൊ പറഞ്ഞു കിടക്കണം നുണയാ. ചിലപ്പോ 21 ഇവിടെയും പറയൂ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൂടെ എന്താ സംഭവം? സുഹൃത്തുക്കളെ, ഈ മൊബൈൽ ഇതാണോ പ്രധാനം, ഈ കവറാണോ പ്രധാനം? ഏതാ പ്രധാനം? ഇതല്ലേ? ഇതിന്റെ സേഫ്റ്റിക്കല്ലേ ഈ കവർ അല്ലേ? ഇതിന്റെ സേഫ്റ്റിക്കാണ് ഈ കവറെങ്കിൽ ഈ മൊബൈൽ തച്ചൊടച്ച് തരിപ്പണാക്കിയിട്ട് ഒരാള് കവറും കെട്ടിപ്പിടിച്ച് ഈ മൊബൈലിന്റെ കവറാ, ഞാൻ ഒന്നും ഇത് ഇടൂല, ആരും ഞാൻ കൊടുക്കൂല, ഇതിനു വേണ്ടി ഞാൻ മരിച്ചു കളയും എന്നൊരുത്തം പറഞ്ഞാലോ? ഓനെ പറ്റി നമ്മള് വിട്ടി അല്ലേ? ഇതേ നമ്മൾ പറഞ്ഞുള്ളൂ. ഒരാദർശത്തിന്റെ സേഫ്റ്റിക്കാണ് സംഘടന, അത് സുഗമമായി നടക്കാനാണ് ആദർശത്തെക്കാൾ വലുത്. അത് ഞാൻ പറഞ്ഞ എന്ത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ചർച്ചയിൽ ഇവര് പറയുന്നത് സംഘടന പറയുന്നത് കേട്ടാ മതി.
ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി, ഇങ്ങോട്ട് പറയണ്ട. നമ്മൾ പറയുന്നതോ പൂർവികരായ സലഫികൾ ആരും പറയാത്തത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ 3 പേര് പറയല്ലേ, നിങ്ങളത് അടിച്ചേൽപ്പിക്കല്ലേ എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അവരാരും പറയാത്തത് പറയല്ലേ. സലഫുകളായ ആളുകൾക്ക് തിരിയാത്തതൊക്കെ തിരിയുന്നവരാണ് നിങ്ങളെന്ന് പറയല്ലേ, അത് ശരിയല്ല എന്നാ നമ്മൾ പറയുന്നത്. ഇനി ഇതില് നമ്മുടെ കൂട്ടത്തിലെ 5 താഴെ ആളുകളാട്ടോ ഈ ഫസാദ് ഉണ്ടാക്കുന്നവര് വളരെ കുറച്ചാണ്. അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. നമ്മള് KNM-നെയോ KJM-നോ ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങിപ്പോവാൻ തയ്യാറല്ല. നമ്മളിതിന്ന് ഇറങ്ങിപ്പോവാൻ തയ്യാറല്ല. നമ്മൾ ഇറങ്ങേണ്ടവരല്ല, നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കേണ്ടവരാണ്. കാരണം ഇതിനെ നശിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഹക്കായി ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, സംഘടനാപരമായ ഒരു തെറ്റുപറ്റിയ ക്രൂരമാണ് ശിക്ഷ. ദാർശനികമായി തെറ്റുപറ്റിയാലോ ചുരുങ്ങിയ ശിക്ഷ. അങ്ങനെ ഉണ്ടോ? അപ്പൊ ഏറ്റവും വലുത് സംഘടനയാണോ ആദർശാണോ? ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് ഈ കാര്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. നമുക്ക് വലുതായി സംഘടനയാണോ നമുക്ക് വലുത്, ആദർശമാണോ നമുക്ക് വലുത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ ഗൗരവമായി ചിന്തിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് ഇത് വിചിന്തനമാണ്. ഈ വിചിന്തനത്തിൽ വന്ന ഒരു റിപ്പോർട്ട് വായിച്ച് ഞാൻ കേൾപ്പി. ഇത് പച്ച മലയാളത്തിലാണല്ലോ, നിങ്ങൾ മനസ്സിലാക്കി. KK സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നീക്കം ചെയ്തു. തലക്കെട്ട് എന്നെ ശരിക്കും ശ്രദ്ധിക്കണേ. തലക്കെട്ടിലുണ്ടാ നീതി, തലക്കെട്ടിലുണ്ടാ നീതി. ഞാൻ പറഞ്ഞുതരാം, ബാക്കി കേട്ടോളി. ആദർശ രംഗത്തും സംഘടനാ രംഗത്തും ദീർഘകാലമായി അച്ചടക്ക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന KK സക്കരിയ സ്വലാഹിയെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്തു. ഒന്ന്. അടുത്ത ശ്രദ്ധിച്ചോളേ. ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അബ്ദുറഹ്മാൻ ഇരുവേറ്റിയെ 1 വർഷത്തേക്ക് സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് വിചിന്തനാണ്, എന്റെ വകയല്ല. ആദർശ വിരുദ്ധവും സംഘടനാ വിരുദ്ധവും ചെയ്ത ആജീവനാന്തം പുറത്ത്. ആദർശ വിരുദ്ധം ചെയ്താലോ 1 വർഷം പണിഷ്മെന്റ്. എങ്ങനെയുണ്ട് ആദർശ? ഇനി മാത്രമല്ല, ഒരേ സമയത്ത് 2 പേരെ പുറത്താക്കിയാൽ ഒരാളെ പേര് മാത്രം കൊടുക്കുന്ന നീതിയാണോ? ആണോ? ആണോ? ഇനി കേട്ടോളി. ഇത്രയും കാലമുള്ള വിശദീകരണത്തിൽ ഇരുവേറ്റിയെ പറ്റി നേതാക്കന്മാർ ഒരക്ഷരം പറഞ്ഞു. ആലോചിച്ചേ, എന്താ പറയാത്ത? എന്താ പറയാത്ത? മാത്രമല്ല, സക്കരിയ സ്വലാഹിക്ക് പറ്റിയ തെറ്റൊന്നല്ല പറ്റിയ. ചേകന്നൂർ മൗലവി നിങ്ങൾ മുസ്ലിം അംഗീകരിക്കും. ചേകന്നൂർ മൗലവിക്ക് പറ്റിയതൊക്കെയും ഇരുവേറ്റിക്കും പറ്റിയിട്ടുണ്ട്. അതിനേക്കാൾ ഗുരുതരമായി പേര് പറഞ്ഞറിയോ? ബുക്കാരിയല്ല, ബുക്കാരിന്റെ ബുഖാരി എന്നും അല്ല പറയുന്നത്. ബുക്കാരിയല്ല, ബുക്കാരിന്റെ ബാപ്പ പറഞ്ഞാലും ഞാൻ കേൾക്കൂല. ആ ധിക്കാരി പള്ളിയിലെ ഖതീബായി. ആ ധിക്കാരിയെ പറ്റി കമാന്നൊര മുജാഹിദ് പ്രസ്ഥാനത ജാമ്യാനദിയിലെ അധ്യാപനായിരുന്നു ചേകന്നൂര്. പക്ഷെ പിഴച്ചപ്പം ഞങ്ങൾ മാറ്റി നിർത്തി. അതൊരു ആദർശ പ്രസ്ഥാനത്തിന്റെ മഹിമയാ. നീതി ഉണ്ടാവണം ആദർശത്തിന്. നിങ്ങൾ ആലോചിച്ചോ, ഞാൻ വളരെ മതപരമായ ഒരു പോയിന്റിലൂടെ നിങ്ങളെ പഠിപ്പിക്കാം. വളരെ കൃത്യമായ ഒരു പോയിന്റ്. ആ പോയിന്റിലേക്ക് നിങ്ങൾ എത്തണം, നമ്മൾ എത്തണം, എല്ലാ സംഘടനകളും എത്തണം. അപ്പൊ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും സഹാബ, ഞാൻ ഏറ്റവും സാവർത്തിക്കേണ്ടത് ആരോടാ? ബാപ്പനോടാണോ ഉമ്മാനോടാണോ എന്ന് ചോദ്യം. അപ്പൊ റസൂലുള്ളാഹി പറയാ, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. സുമ്മൻ ഉമ്മുക്ക, സുമ്മൻ. വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് ആരോടാ ബന്ധം? ഉമ്മാനോട്. സുമ്മൻ, പിന്നെ ആരോടാ? ഉമ്മാനോട്. അങ്ങനെ 3 തവണ ഉമ്മാക്ക് പ്രാധാന്യം. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ഓരോന്ന് ശ്രദ്ധിക്കുക. ആത്മാർത്ഥം ആഗ്രഹിച്ചിട്ടാ പറയും. പഠിക്കും മനുഷ്യന്മാരെ, എന്നിട്ട് ജീവിക്കും. പിന്നെ ചോദിച്ചു, സുമ്മൻ ആരോടാ? അബൂക്ക, നിന്റെ ബാപ്പാനോട്. ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഒരാൾ പറയാ, ബാപ്പാ നിങ്ങളെക്കാൾ 3 ഇരട്ടി സ്നേഹം എനിക്ക് ഉപ്പാനോടാണ്, ഉമ്മാനോടാണ് എന്ന് പറഞ്ഞാൽ അവൻ ഈമാനുള്ളവനാണ്. ശരിക്കും ഇസ്ലാം പഠിപ്പിച്ച ഈമാനുള്ളവനാണ്. കാരണം ബാപ്പയോടുള്ളതിനേക്കാൾ ഉമ്മാനോടുള്ള സ്നേഹം പ്രകടമാകണം, പ്രഖ്യാപിക്കണം ഇസ്ലാമിന്. കാരണം എന്തറിയോ? സ്വർണ്ണമടൽ ഉമ്മാക്ക്, വെള്ളിമടൽ ഉമ്മാക്ക്, വെങ്കലവും ഉമ്മാക്ക്, പ്രോത്സാഹനം മാത്രം ബാപ്പാക്ക്. ഇത് അല്ലാഹു പഠിപ്പിച്ചാണ്, റസൂല് പഠിപ്പിച്ചാണ്. ഈ പഠിപ്പിച്ചിടത്ത് ഉമ്മാനേക്കാൾ പ്രാധാന്യം ബാപ്പാക്ക് വരാൻ പാടുണ്ടോ? പാടില്ല, പാടില്ല. എനിക്ക് നിങ്ങൾക്ക് വരാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം ആലോചിക്കാം. ഇത്രയേറെ പ്രാധാന്യമുള്ള ഉമ്മ, ബാധ്യതകളിൽ 3 തവണ എണ്ണി ഉമ്മാക്ക് പ്രാധാന്യം കൊടുത്ത ഉമ്മ,
ആ ഉമ്മയുടെ പേരിൽ ജുറൈജ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആ ഉമ്മയുടെ പേരിൽ നീതിബോധമുള്ള പലരും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹാബികളിൽ ചില ആളുകൾ മരിക്കുന്ന നേരം ഷഹാദത്ത് കലിമ ചെല്ലാനാവാതെ ഉമ്മയെ ധിക്കരിച്ചതിന്റെ പേരിൽ ചെല്ലാനാകാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉറക്കൊഴിഞ്ഞ് തികച്ചത് മാറ്റിവെച്ച് ഉമ്മാന്റെ കാല് തടവിയ അതേ പിന്നെ സ്വഹാബികൾക്ക് ശേഷം വന്ന താബികളുണ്ട്. ഇങ്ങനെ ഉമ്മാന്റെ സ്ഥാനം വളരെ വലുതാണ്. ആ ഉമ്മയേക്കാൾ വലുതാകണം ഒരാൾക്ക് ആദർശം. ശരിയല്ലേ? ശരിയല്ലേ? അംഗീകരിച്ചില്ലേ? ഇനി പറയുന്ന പോയിന്റ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇത്രയേറെ പ്രാധാന്യമുള്ള ഉമ്മയേക്കാൾ 100 ഇരട്ടി പ്രാധാന്യമാണ് ഇസ്ലാം ആദർശത്തിന് കൽപ്പിച്ചത്. ശരിയല്ലേ? ചരിത്രമല്ലേ? സഅദ് ബിൻ അബി വഖാസ് എടുത്തോ. സഅദ് ബിൻ അബി വഖാസ് എടുത്തോ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായിരുന്നു ഉമ്മ. തിരിച്ചുമതേ ആ സ്നേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. മിസ്അബിന്റെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവരുടെ ചരിത്രം, അവരുടെ മാതാക്കളും അവരെ സ്നേഹിച്ച പോലെ മറ്റൊരാളും സ്നേഹിക്കപ്പെട്ടിട്ടില്ലെന്ന് റസൂല് പോലും പറഞ്ഞിട്ടുള്ള കഥകൾ. സഹോദരങ്ങളെ, ഗൗരവമായ ആലോചനക്ക് വിഷയീഭവിക്കേണ്ടതാണ്. ആ സഅദ് ബിൻ അബി വഖാസ് ഉമ്മാനെ വിട്ട് ആദർശത്തിലേക്ക് പോയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഈ വെയിലത്ത് ഞാൻ നിൽക്കും, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, അങ്ങനെ ഞാൻ മരിക്കും. ഉമ്മയെ കൊന്നവനെന്ന് നിന്നെ ലോകം വിലയിരുത്തും. നിനക്ക് ഉമ്മയാണോ വലുത്, ആദർശമാണോ വലുത് എന്ന് ചോദിച്ചു. സഅദ് ബിൻ അബി വഖാസ് ആകെ ബേജാറായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നു. വിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങൾ, വൈൻജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ എന്ന ഖുർആനിക വചനം നിങ്ങൾ ഓർക്കണം. ഖുർആനിലെ 31-ാം അധ്യായം 13, 14, 15 വാക്കുകൾ. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം 8-ാമത്തെ വാക്ക് എല്ലാം ഓർക്കണം. സഅദ് ബിൻ അബി വഖാസ് ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലാൻ. കേട്ടോളി യുവാക്കളെ, കേട്ടോളി പഴമക്കാരെ, കേന്നമിലൊക്കെ പ്രായമുള്ള തെറ്റിദ്ധരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പലരെയും അഗാധമായി സ്നേഹിച്ച പലരും ആളുകളൊക്കെയും ഇതിൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് ഉമ്മാനോട് പറയാം. ഇങ്ങനെ പറയാൻ കഴിയോ നിങ്ങൾക്ക്? അങ്ങനെ 2 വചനം അല്ലാഹു ഖുർആനിൽ ഇറക്കി. സഅദ് ബിൻ അബി വഖാസ് പറഞ്ഞു, ഉമ്മ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, ഉമ്മ എനിക്ക് നിങ്ങൾ ജീവനാണ്, നിങ്ങൾ മരിക്കുന്നു എന്നത് എനിക്ക് ബേജാറുള്ള കാര്യമാണ്. പക്ഷേ എന്റെ ഉമ്മ നിങ്ങൾക്ക് 100 ശരീരം, കേട്ടോളൂ യുവാക്കളെ, നിങ്ങൾക്ക് 100 ശരീരമുണ്ടെന്ന് കരുതുക ഉമ്മ. ആ 100 ശരീരം വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പെടഞ്ഞ് പെടഞ്ഞ് വീണ് ഇവിടെ മരിച്ചാലും, അതായത് ഒരാൾക്ക് 100, ഒരു ഉമ്മനെ അള്ളാഹു 100 ആക്കിയിട്ട് കൊടുക്കുക. ആ 100 തവണ ഉമ്മ മരിച്ചാലും ഞാൻ എന്റെ ആദർശം വിടൂല എന്ന് പറഞ്ഞാൽ ആദർശത്തിന്റെ മഹിമ എന്താ? നമ്മുടെ സംഘടനയുടെ അവസ്ഥ എന്താ? ആദർശത്തെക്കാൾ വലുത് നമുക്ക് സംഘടനയാണ്. ഞാൻ അതിനാണ് ആധികാരിക രേഖ ഉദ്ധരിച്ചത്. തീർന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കേറെ പ്രിയങ്കരനായ ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് കറക്റ്റ് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആദർശമാണോ വലുത്, നിങ്ങൾക്ക് സംഘടനയാണോ? മൗനമാണ്. ഞാൻ ആവർത്തിച്ച് ചോദിച്ചു. ഒടുവിൽ ഞാൻ പറഞ്ഞു, സംഘടനയും ആദർശവും. അപ്പോഴും 1-ാം സ്ഥാനം സംഘടന. എന്ത് പറ്റി കൂട്ടരെ നിങ്ങൾക്ക്? എന്ത് പറ്റി സഹോദരങ്ങളെ നിങ്ങൾക്ക്? ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. സംഘടന തിന്മയാണ്, നമുക്കത് വേണ്ട എന്ന് സുബൈർ മങ്കട പണ്ട് എഴുതി. അതിനെ എതിർത്തവരാരാ? ഞങ്ങൾ തന്നെ. സംഘടന തിന്മയല്ല നന്മയാണ്, അതിന് ഇന്നെന്ന ഗുണുണ്ട്, അത് നിലനിൽക്കണമെന്ന് പ്രസംഗിച്ചവരാരാ? ഞങ്ങൾ തന്നെ. തിരുവനന്തപുരത്ത് വലിയൊരു ടീമിനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മൂപ്പര് വന്ന്. സംഘടന തിന്മയാണ് 3 ഖുതുബയിൽ അടിച്ച് തൂഫാനാക്കി കളഞ്ഞു. ആ വേരിനെ പൊട്ടിച്ച് ചാമ്പലാക്കി കളഞ്ഞു. ഇപ്പൊ സംഘടന വെറുക്കുന്ന ഷമീർ മദീനി ഉണ്ടല്ലോ, ജാമ്യന്ന് പുറത്താക്കി, പിന്നെ അങ്ങ് ബുസ്താനുലും ഒന്ന് പുറത്താക്കി. ഈ ഷമീർ മദീനിയാണ് സംഘടന തിന്മയാണ് എന്ന് ഇദ്ദേഹത്തിന്റെ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എഴുതി. അങ്ങനെയുള്ള ഞങ്ങൾ സംഘടനാ വിരോധികളാണെന്ന് പ്രചരിപ്പിക്കും മറ്റന്നാൾ വന്നിട്ട്. നോണയാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അറിയാം. ഈ ഒരു ടീമില്ലേ, ഈ പ്രസ്ഥാനത്ത് ഹൈജാക്ക് ചെയ്ത് നശിപ്പിക്കുന്ന ഒരു 5 പേര് ഞങ്ങൾ അവർക്കെതിരെ. AP അബ്ദുൽ ഖാദറിന്റെ അവസ്ഥ നിങ്ങൾ സാജി തിരുവങ്ങാടിനെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കത്ത് വന്നല്ലോ. അപ്പൊ 2 കത്ത് വൈരുദ്ധ്യം. ഇതൊക്കെ ഞാൻ തുറന്നു പറയാൻ 2 കത്ത് ഒരേ വിഷയത്തിൽ കിട്ടിയപ്പോൾ വൈരുദ്ധ്യം. അപ്പൊ സാജിദ് എന്ത് ചെയ്ത് AP അബ്ദുൽ ഖാദർ മൗലവിനെ വിളിച്ചു. മൗലവി, എനിക്ക് തന്ന 2 കത്തിൽ വൈരുദ്ധ്യം ഉണ്ട്. എന്തേ അങ്ങനെ? ഇന്ന കത്തിൽ ഇന്നാൾ അങ്ങനെ ഉണ്ടോ? അപ്പൊ സാജി ചോദിച്ചു, മൗലവി നിങ്ങളല്ലേ ഒപ്പ് വെച്ച്? മൗലവി അറിയാണ്, ഞാൻ വായിക്കാറൊന്നുമില്ല, എന്റെ ഒപ്പും സീലും അവരിടും.
അവരെഴുതും. അതായത് ഒരു വ്യക്തി എഴുതും, അയാളത് അയാളെ കൈപ്പടയിൽ എഴുതി കൊടുക്കും, അത് അവിടുന്ന് പ്രിന്റ് ചെയ്ത് അടിക്കും. ഒരൊറ്റ വ്യക്തി അയാളാണ് ആ വാചകങ്ങളെല്ലാം എഴുതി കൊടുക്കും. അയാൾ എഴുതും, അയാൾക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ എല്ലാം അയാൾ എഴുതും. എന്നിട്ട് ആ പാപം പിടിച്ച മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ട് സീലും. അള്ളാഹുവിന്റെ കോടതിയെ ഇവര് സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്. മാത്രമല്ല അത്ഭുതകരമാണ് എ.പി. അബ്ദുൽ ഖാദർ ഇവർ ചതിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അറിയോ? എന്റെ കൂടെ നിങ്ങൾ നോക്കിയ പുത്തനത്താണിയിലെ മധുരിമ ബേക്കറിയിലെ അബ്ദുഅക്ക, ഞാനിത് പറയുന്ന തെളിവിന്, അദ്ദേഹം എന്റെ കൂടെ വന്നു എ.പി. അബ്ദുൽ ഖാദറിന്റെ അടുത്ത്. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അവിടെ ഇരുന്നപ്പോ എ.പി. എന്നോട് ചോദിക്കുകയാണ്, എടാ ആരെടാ അവിടെ പുറത്താക്കി? ഒരു വിവാദം എങ്ങനെ കേൾക്കണം? മൗലേ നിങ്ങളല്ലേ എന്നെ പുറത്താക്കി, നിങ്ങളല്ലേ ഒപ്പുവെച്ച്? മൗലേ അപ്പോഴാ അറിയണേ. ആലോചിക്കണേ. ഒന്ന്, ഇനി മൗലയ്ക്ക് ഓർമ്മക്കുറവുണ്ട്, മൗലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ടാവും. ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് എനിക്ക് 5 മിനിറ്റിൽ മൗലൈ ചായ എത്തിച്ചു. ഞാനത് കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ നേരം മൗലൈ പോയല്ലേ, ചായ കുടിച്ചിട്ടില്ലല്ലോ, ചായ കുടിച്ചിട്ട് പോയിക്കോ. 5 മിനിറ്റും എനിക്ക് ചായ എന്ന മൗലൈക്ക് ഓർമ്മയില്ല. അത്ര പ്രായം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവർ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അദ്ദേഹം പലതും അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ അറിയിക്കാതെ ചെയ്തിട്ടുള്ള പലതും ചിലപ്പോക്കെ പോയിട്ട് വാങ്ങിക്കും. അറിയില്ല എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവരെന്താ ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ ജില്ലയിലും ഇവിടെ കടന്നാക്രമിക്കുകയാണ്. യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്കെതിരെയൊക്കെ അത് ഈ ടീം മാത്രം, കേനമിന്റെ കുറ്റല്ലാതെ, KG-യുടെ കുറ്റല്ലാതെ ഈ ടീമിനെ നിങ്ങൾ തിരിച്ചറിയാം. ആ ടീമിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അവര് മാറിക്കൊടുക്കണം എന്നാ പറയും. എങ്കിൽ ഇത് പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും. പിന്നെ ഇതൊക്കെ എന്താ അറിയോ, ഓരോരുത്തരും എവിടെ നിൽക്കുന്ന റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. ആരാ ശരിക്കും പ്രസംഗിക്കുന്നതിനനുസരിച്ച് ജീവിക്കുന്നവര്, ആരുടെ പ്രബോധനത്തിനാ കയമ്പുള്ളത്, ആരാണ് നീട്ടിയ താടിന്റെ പ്രത്യേകത കാണിക്കുക. ഇപ്പൊ കേട്ടോ, ഇപ്പോഴുള്ള അവസ്ഥ അറിയോ നിങ്ങൾക്ക്? CD ടവറിൽ പ്രസംഗിക്കാണ് താടിക്കെതിരെ, നരയാണിന്റെ വില തുണി കൊടുക്കുന്നതിന്. എന്നിട്ട് എന്തുണ്ടായി? അതിന് റിസൾട്ട് ഉണ്ടായി. ജിന്നിനോട് പ്രാർത്ഥിച്ചോളി പറഞ്ഞിട്ടൊരു റിസൾട്ട് ഇവിടെ ഉണ്ടായില്ല. ഇല്ല. കാരണം ഇപ്പൊ സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയില്ല, നമ്മളൊക്കെ പ്രസംഗം കേട്ട് ധാരാളം കുട്ടികൾ താടി നീട്ടിയവർ എനിക്കറിയാം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സമസ്തക്കാർക്കൊക്കെ അറിയാം, ഇത്ര താടി നീട്ടിയൊരു കാലഘട്ടം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ആളുകളെല്ലാം അത് ആരായാലും നരയാണ്ട മേലെ തുണിയെടുക്കുന്ന ഇത്രയേറെ ആളുകളുടെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ പല നിലക്കും സൂക്ഷിക്കുന്ന വേഷവിധാനങ്ങളിലെല്ലാം, വേഷത്തിൽ അള്ളാഹ് അനുവദിച്ചൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഏത് കൂടുതൽ സുന്നത്ത്, അതെന്താണ്? അത് ചെയ്തുകൂടെ ഹൈറായത്? ഇതാണ് നമ്മൾ പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വ്യക്തിപരമായി ഒരു താല്പര്യത്തിലില്ല. ദീൻ എന്താ പഠിപ്പിച്ചത് അവിടെ കണിച്ചാകണം. നിങ്ങൾ ചിന്തിച്ചോ, ജിന്നും സീറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വാദം? ഒരു പുതിയ വാദവും ഇല്ല, ഒരു പുതിയ വാദവും ഇല്ല. നമ്മൾ പറയുന്നത് എന്താ, റുഖിയ ശറയ്യ എന്ന് പറഞ്ഞാൽ അത് സാധാരണത്തെ ഒരു പ്രാർത്ഥനയാണ്. ആണോ? നിങ്ങൾ ശരിക്കും ആലോചിച്ചൊക്കെ ആണോ? ഞങ്ങൾക്ക് ചരിത്രപരമായി നമുക്ക് ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇപ്പോ ഒരു ബാപ്പ മകനോട്, മോനെ ഊടുവഴിയിലൂടെ പോകുമ്പോ പാമ്പുണ്ട്, മൂർഖൻ പാമ്പിനെ കണ്ടിരുന്നു ഇന്നലെ, നീ കൊണ്ടൊരു ടോർച്ച് എടുത്തോ, ശ്രദ്ധിച്ചു നടന്നോ എന്ന് പറഞ്ഞു. ടോർച്ച് എടുത്തു, അവൻ ശ്രദ്ധിച്ചു നടന്നു. പറയുന്ന പോയിന്റുകൾ ഓരോന്നും ശ്രദ്ധിക്കണം. ടോർച്ച് എടുത്ത് അവൻ ശ്രദ്ധിച്ചിങ്ങനെ നടന്നു. എന്നാലും അവനെ പാമ്പ് അടിച്ചു. അങ്ങനെ പാമ്പ് അടിച്ചാ പിന്നെ 2 ടോർച്ച് ഒന്നിച്ചെടുത്താ പാമ്പ് അടി പരിഹരിക്കപ്പെടുമോ? പിന്നോൻ ശ്രദ്ധിച്ചിട്ട് പാമ്പിന്റെ വിഷം ഇറങ്ങോ? ഇല്ല. ഇപ്പൊ സാധാരണ ഇവർ പറയുന്ന ഒരു തെറ്റിദ്ധാരണ, ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തിൽ കുറിച്ച് ഓതാറില്ലേ, ഉളെടുക്കാറില്ലേ, കുല്ലൗദ റബ്ബിൽ ഫലക്ക് പറയാറില്ലേ, കുല്ലൗദ റബ്ബിൻ നാസ്, അതെന്നെ റുഖിയ ശറയ്യ. ഏത്? അതെന്നെ റുഖിയ ശറയ്യ. അവർ എക്സ്ട്രാ ചികിത്സയൊന്നല്ല. ആണോ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രാത്രി കിടക്കുമ്പോ ഒദു ചെയ്യണം, ആയത്തിൽ കുറിച്ച് ഓതണം, ആമന റസൂൽ ഓതാം, സൂറത്തുൽ മുൽക്ക് ഓതാം, ധാരാളം വചനങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാം, ഫലക്ക് ഓതാം, നാസ് ഓതാം. ഇതെന്തിനാ? ഇത് ജിന്നുബാധ ഏറ്റിട്ട് ഇറക്കാനാണോ അല്ല പിശാച് ബാധ ഏൽക്കാതിരിക്കാനാണോ? എന്തിനാ നിങ്ങൾ പറയും? പിശാചിന്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ ആണല്ലോ. ഇതൊക്കെ ചെയ്തു, ഇതെല്ലാം ചെയ്തിട്ട് ഒരാൾക്ക് ഉണ്ടായാലോ പിന്നെ ഈ ചികിത്സ മതിയോ? ഏത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോർച്ച് എടുത്തു, പാമ്പിനെ ശ്രദ്ധിച്ചു, ഒന്നിനും പാമ്പ് കടിച്ചു. അപ്പൊ ബാപ്പ പറയാ, മോനെ ഇത്രയും കാലം പാമ്പ് കടി ഏൽക്കാണ്ടിരിക്കാനുള്ള ടോർച്ച് എടുത്തു, ഞങ്ങൾക്ക് 30 ടോർച്ച് കൂടി വാങ്ങി തരാം എന്ന് പറയാ? അല്ല. പിന്നെ ചെയ്യേണ്ട എന്താണ്? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ചികിത്സ എന്തോ, അതിനാ റുഖിയ ശറയ്യ എന്ന് പറയാ. പിശാച് ബാധ ഏറ്റാൽ റുഖിയ ശറയ്യ.
പാമ്പ് കടി ഏറ്റാൽ റുഖിയ ശർഇയ്യ, തേള് കുത്തിയാൽ റുഖിയ ശർഇയ്യ. അപ്പൊ അത് സാധാരണത്തെ പ്രാർത്ഥനയാണോ? അല്ല. ഏതുപോലെ? ഹു മീൻസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ വേൾഡ് ഓർഗനൈസേഷന്റെ ഒരു പ്രഖ്യാപനം, രോഗം വരാതെ സൂക്ഷിക്കലാണ് രോഗം വരുന്നതിനേക്കാളും നല്ലത് എന്നൊരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനം പെർഫെക്റ്റ് അല്ലേ? ആണ്. ഒരാള് രോഗം വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചു, പിന്നെ അയാൾക്ക് ക്യാൻസർ ബാധിച്ചാൽ ഈ തത്വ പറയല് ഏത്? രോഗം വരാതിരിക്കാൻ സൂക്ഷിക്കലാണ് രോഗം വരുന്നതിനേക്കാൾ നല്ലതെന്നാ പിന്നെ അയാളോട് പറയണ്ടേ? അയാൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ടായിരിക്കും രോഗം വന്നു. അപ്പൊ എന്ത് വേണോ? രോഗം വന്നു കഴിഞ്ഞാലുള്ള ചികിത്സ നടത്തണം അല്ലേ? അതാ റുഖിയ ശർഇയ്യ. അത് നടത്തിയിട്ടില്ലേ ഇസ്ലാം? ഉണ്ട്, നടത്തിയിട്ടുണ്ട്. അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഹദീസിൽ സ്ഥിരപ്പെട്ട വിധം, സ്ഥിരപ്പെട്ട രൂപത്തിൽ നബിയും സ്വഹാബത്തും പഠിപ്പിച്ച പോലെ അത്രേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഇനി ഇതിൽ ഏറ്റവും രസകരമായ കോട്ടിമാട്ടൽ എന്താ? ഒരാൾക്ക് ജിന്ന് ബാധയേറ്റായി നബിക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ എന്റെ ചോദ്യം, നബീന്റെ മരണത്തോടു കൂടി ജിന്നുകളെ പിൻവലിച്ചോ? ഒന്ന്. നബീന്റെ വഫാത്തോടു കൂടി ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഇല്ലാണ്ടായോ? രണ്ട്. നബീന്റെ കാലക്കാരെ മാത്രം ശല്യപ്പെടുത്താൻ മാത്രം നബീന്റെ ആളുകൾ മോശക്കാരായിരുന്നോ? മൂന്ന്. നിങ്ങളെ വാദപ്രകാരാട്ടോ, ഇതൊക്കെ നിങ്ങളെ വാദപ്രകാരമുള്ള ചോദ്യം. അതെ, അക്കാലക്കാരെ മാത്രം ശല്യപ്പെടുത്താൻ ഒരു വിഭാഗം ജിന്ന് പിന്നെ ഇല്ല. കാരണം എന്താ? നബിക്ക് മാത്രം അറിയാവുന്നതാണ്. വഫാത്തോടു കൂടി അത് അവസാനിക്കണ്ടേ? ഇനി നബിക്കല്ല, ഇനി ശേഷവും ജിന്ന് ബാധ ഉണ്ടാവുന്നതാണോ? എങ്കിലേ നബിക്ക് മാത്രമേ മനസ്സിലാകുമെങ്കിൽ ആ നബി ഇവിടെ ജീവിച്ചിരിക്കണ്ടേ? വിവരക്കേടിന്റെ ഘോഷയാത്ര നടത്തും. എപ്പെന്നറിയോ? ആദർശം വിട്ടാല്, ആട് പിടി വിട്ടാ പിന്നെ ഒരു രക്ഷയുണ്ടാവൂല, ഒരു രക്ഷയുണ്ടാവൂല. കെ എം മൗലവി നമ്മുടെ നേതാവാണ്. യുവത പ്രസിദ്ധീകരിച്ച കെ എം മൗലവിയുടെ ഫത്വയിൽ എന്താ ഉള്ളത്? ജിന്ന് ബാധയോ പിശാച് ബാധയോ ഉണ്ടായി തോന്നുന്ന ഘട്ടത്തിൽ, അങ്ങനെ വിചാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് റുഖിയ ശർഇയ്യ ചെയ്യാം. ഇനി ഞാൻ നിങ്ങളോട് വളരെ രസകരമായി മനുഷ്യന്റെ ബുദ്ധിയുമായി സംവദിക്കുന്ന ഒരു മതമാണല്ലോ ഇസ്ലാം. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഒരു സാധാരണഗതിയിൽ ഒരു ക്യാൻസർ രോഗിയെക്കാളും ഒരു ഭ്രാന്തനെ നമ്മൾ ഭയപ്പെടൂലേ? ഒരു മാനസിക രോഗി കടന്നു വരുന്നു, ഒരു ക്യാൻസർ രോഗിയോ ഉദര സംബന്ധമായ രോഗമുള്ള ഒരാൾ കടന്നു വരും, അയാളെ കാണുമ്പോൾ നമ്മൾ ഓടുവോ? മാനസിക രോഗിനെ കാണുമ്പോൾ കുറച്ച് അകന്നു നോക്കും. കാരണം ഓനങ്ങ മൊത്തിക്കങ്ങ അടിച്ചുവിട്ടാല്, ഓന ഭ്രാന്ത് ലകിയാല് എന്താ? ഭ്രാന്ത് വേറെ, രോഗം വേറെ. ഭ്രാന്തനോട് ഇനി വളരെ നോർമലായി നടന്നിരുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ ഒരു കുട്ടി രാത്രി യാത്ര കഴിഞ്ഞു വരുമ്പോ പിന്നീട് ഓൻ പ്രകടിപ്പിക്കുന്നതൊക്കെയും ഇതൊരു ലെവലല്ലല്ലോ പടച്ചോനെ, എന്റെ കുട്ടി അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ സംതിങ്. അതിനെ കണ്ടിട്ട് കെട്ടും മട്ടും എന്റെ ഭാവം ഇതൊക്കെ കണ്ടാ പറഞ്ഞു ഇതെന്തോ ഒരു പൈശാചിക ബാധയാണ് എന്ന് പറയാൻ നബിയാകണോ? എന്ന് പറയാൻ നബിയാകണോ? എന്റെ പൊന്നു ചെങ്ങായിമാരെ, ഇവർക്ക് എന്ത് പറ്റി? നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ ഷിർക്കിന്റെ ചികിത്സയുണ്ട്, തൗഹീദിന്റെ ചികിത്സയുണ്ട്. ഷിർക്കിന്റെ ചികിത്സ മാത്രമാകുമോ ലോകത്ത്? തൗഹീദ് ഇപ്പൊ നിങ്ങളൊക്കെ ഹറാമായ ഭക്ഷണം ഉണ്ടാവും, ഹലാലായ ഭക്ഷണം ഉണ്ടാവൂലേ? വ്യഭിചാരം ഹറാമാ, ഭാര്യയായിട്ടുള്ള ബന്ധപ്പെടലോ ഇബാദത്താണ്, പുണ്യമാണ്. ഏത്? ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരുത്തന് ലൈംഗിക ആനന്ദം ഉണ്ടാകുന്നെങ്കിൽ അത് ഇബാദത്താണ്. ഇനി എന്റെ ചോദ്യം, ഷിർക്കിന്റെ ചികിത്സ ഉണ്ട്, ജിന്ന് സിഹ്ർ തുടങ്ങിയ കാര്യം, അപ്പൊ തൗഹീദിന്റെ ചികിത്സ ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? അതെല്ലാ സമയത്തും ചെയ്തതാണോ? നിങ്ങൾ എന്താ ജനങ്ങളെ പൊട്ടീസാക്കുന്നത്? മുവഹിദുകളെ ഷിർക്കിന്റെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ച് ഷിർക്ക് ചെയ്യിപ്പിക്കണോ? എന്താണ് ചെയ്യേണ്ടത്? ഇസ്ലാം പഠിപ്പിച്ച ചികിത്സാ രീതി പഠിപ്പിച്ചു കൊടുക്കേ. ആരും തെറ്റിപ്പോകുന്നില്ല, ആരും തെറ്റിയിട്ടില്ല. ഇപ്പൊ സർക്കുലർ പറയുന്നത് എന്താ അറിയോ? മുട്ടിന് ഞാനൊരു സ്ഥലത്ത് കയറി പ്രഗത്ഭനായ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുക 2 ദിവസങ്ങൾക്ക് മുമ്പ്. മുട്ടിന് മുജാഹിദുകൾ ചികിത്സാ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്, ജിന്ന് ചികിത്സാ കേന്ദ്രം. ഞാൻ പറഞ്ഞ് മുട്ടിന് വേണ്ട, ഒരൊറ്റ സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോയാതി. ഞാൻ ആവർത്തിച്ചു, ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കൊണ്ടുപോയി, ഒറ്റ സ്ഥലത്ത് എണീക്കണില്ല. അതിന് സാക്ഷ്യം വഹിച്ച ഒരാൾ ഈ സദസ്സിൽ, ഞാൻ പറയണെന്നോണെ, അതിന് സാക്ഷ്യം വഹിച്ച ഈ സദസ്സിൽ അവരെ അല്ല പണ്ട് അങ്ങനെ പിന്നെ തലശ്ശേരിയിലേക്ക് നിങ്ങളൊരാളെ സക്കറിയ സുലൈന്റെ അടുത്ത് പറഞ്ഞേച്ച് മൂപ്പര് വേറൊരാളത്ത് പറഞ്ഞേച്ചിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതിനാ ക്ലിനിക്ക് കയറിയ
ആണോ? നുണ പറയാണ്. മുജാഹിദുകൾ എവിടെ ഒരു ക്ലിനിക്കും നടത്തുന്നില്ല. ഓരോ എണ്ണം ചൂണ്ടിക്കാണിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ മറ്റന്നാൾ വന്നിട്ട് ഒരെണ്ണം നുണ പറയില്ല. മരിച്ചു പോവും മനുഷ്യ, മരിച്ചു പോവും. നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോയവരുണ്ട്. ഓർക്ക് മരണം. നിങ്ങൾ സമസ്തക്കാരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ കണ്ടേ നമ്മൾ ക്ലിനിക്ക് എടുത്തുനിന്ന് ജിന്ന് ചികിത്സന്റെ നുണ പറയല്ലേ? ഇന്നൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്, പെണ്ണുങ്ങളുടെ മാനവും ഇതൊക്കെ അവർ നിർത്തും. നുണയാണത്. എന്റെ പേരിലൊക്കെ പറയുന്നത് നുണയാണത്. ഞങ്ങള് അള്ളാഹുലേക്ക് വിടുകയത്. തോന്നിയാസം പറയാ പടച്ചോനെ കണ്ടുമുട്ടണ്ടേ? ആയിഷ ബീവിയുടെ പേരിൽ ഇല്ലായ്മ പറഞ്ഞപ്പോ എന്താ ഉണ്ടായത്? അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയ കുറ്റമാണത്. പടച്ചോന്റെ അടുത്ത് വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. നാലാളുകളുടെ സാക്ഷ്യമില്ലാതെ ഒരു വ്യക്തിയുടെ പേരിൽ വ്യഭിചാരം പറയാൻ നമുക്ക് സാധിക്കുമോ? നിരീശ്വരവാദിയുടെയും യുക്തിവാദിയുടെയും പ്രസംഗ സദസ്സിൽ പോകാൻ പാടില്ല. എന്നിട്ടും നമ്മൾ നോട്ടീസ് ഇറക്കിയോ? പോകരുതെന്ന് പറഞ്ഞു. സമസ്തക്കാരാണ് സാധാരണ പറയാറ്. പക്ഷെ ഞാൻ പറയുന്നു, സമസ്തയിലെ സ്റ്റേറ്റ് ലെവലിൽ മുജാഹിദുകളുടെ പ്രസംഗം കേൾക്കരുത് എന്ന് ഒരു സർക്കുലർ ഉള്ളതായി എനിക്കറിവില്ല. ഒറ്റപ്പെട്ട പള്ളിയിലെ മുസ്ലിയാക്കന്മാർ പറയും പോകരുത്, കേൾക്കരുത്, പേരോടൊക്കെ പറയും. പക്ഷേ ഒരു സർക്കുലർ ഉണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് സർക്കുലർ അയക്കാണ്. സക്കരിയയുടെ പ്രസംഗത്തിന് പോകരുത്, അങ്ങനെ ഉണ്ടോ? ഏകപക്ഷീയമായി ശരിക്കും പറയേണ്ടത് എന്താ? സക്കരിയ സുരായി ഷിർക്കിലേക്ക് പോയിട്ടുണ്ട്, ബാലുശ്ശേരി ഷിർക്കിലേക്ക് പോയിട്ടുണ്ട്. അതവര് പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടോളൂ, പോയിക്കോളൂ. ഞങ്ങൾ നുണയല്ല പറയുന്നത്, കേട്ട് നിങ്ങൾ ബോധ്യപ്പെട്ടോളൂ എന്നല്ലേ പറയേണ്ടത്. ദാർശനികമായി കഴിവുള്ളവർ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. മുജാഹിദുകൾക്ക് ഒരു കാലത്തും ആശയപരമായ പാപ്പരത്തുണ്ടായിരുന്നില്ല. ഇവർക്ക് ബേജാറാ, നോക്കിയവരെ പുറത്താക്കി. ഹേയ്, മുജാഹിദുകൾ സക്കരിയ ലൈന്റെ പ്രസംഗം നടക്കുന്നിടത്തൂടെ പോയി എന്നാ ഒരുത്തന്റെ കുറ്റം. കണ്ണൂർ ജില്ലയിൽ ഓനെ പുറത്താക്കി, ഇവിടെയും പുറത്താക്കി. കാഞ്ഞങ്ങാട് നിങ്ങൾ അറിയണത് ഒന്നും ചോദ്യമല്ല. എന്തിനാ പുറത്താക്കി? നിങ്ങൾ ചെയ്ത തെറ്റെന്താ? ഒന്നും പറയണില്ല. കത്തെഴുതി വിടുക, പുറത്താക്കി. എന്തിന്? എന്നെ പിന്നെ വള്ളിയിൽ നിസ്കരിക്കാൻ അവകാശമുണ്ട് ഞങ്ങൾക്ക്? എവിടെയാണ് നിങ്ങൾ എത്തിച്ചത് ഇതിനെ? അതിനെയാ ഞങ്ങൾ എതിർക്കുന്നത്. നമുക്ക് കെ എം മൗലവിയും കെ പി മുഹമ്മദ് മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും ഈ രോഗിയായി കിടക്കുന്നവരെ എ പി അബ്ദുൽ ഖാദർ നയിച്ച മുജാഹിദ് പ്രസ്ഥാനം നമുക്ക് വേണോ? ഇവര് നയിക്കുന്ന ഇപ്പോഴത്തെ നേതൃത്വം എന്ന് പറയുന്ന ഈ ചുരുങ്ങിയ, ഞാൻ പറഞ്ഞല്ലോ, അഞ്ച് പേരുടെ ആദർശം നമുക്ക് വേണ്ട, പ്രസ്ഥാനം നമുക്ക് വേണ്ട. അതേ നമ്മൾ പറയും. ഇവരാണ് മാറ്റി നിർത്തി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ബേജാറ് തോന്നുകയാണ് പലപ്പോഴും. ഞാനിതൊന്നും പറയാൻ വിചാരിച്ച ആളല്ല. കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹം തെറ്റിദ്ധരിക്കും, സമൂഹത്തിന് അപജയമുണ്ടാകും, ഒരു കാര്യങ്ങൾ അറിയാത്തവരാകും. സമൂഹത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. കാഞ്ഞങ്ങാടിന്റെയും പരിസര പ്രദേശങ്ങളിൽ, കാസർഗോഡ് ജില്ലകളിൽ ഈ ഉള്ളവൻ ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പരമകാരുണികനായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹത്താൽ മുജാഹിദ് പ്രബോധകരുടെ പ്രസംഗങ്ങൾ ആയിരങ്ങൾക്ക് വെളിച്ചമേകി. നമ്മുടെ സാൽവേഷനുകൾ, നമ്മുടെ സമ്മേളനങ്ങൾ, നമ്മുടെ ക്യാമ്പയിനുകൾ, നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന KNM-ന്റെ ക്യാമ്പയിൻ, വിജ്ഞാനത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവിനെ കുറിച്ചുള്ള നമ്മുടെ ക്യാമ്പയിൻ, അതേ പരലോക മോക്ഷത്തെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച, നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ സന്ദേശത്തെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച, എത്രയെത്ര ക്യാമ്പയിനുകൾ, ISM-ന്റെ ദി ലൈറ്റ് എക്സിബിഷൻ, മാനവ വിമോചനത്തിന്റെ പടപ്പാട്ട് പാടി നമ്മൾ മുന്നോട്ട് പോയ മഹത്വമാർന്ന 12 കൊല്ലക്കാലം ചരിത്രത്തിൽ ആർക്കും മറക്കാനാവാത്ത നമ്മുടെ സാൽവേഷൻ കണ്ട് സാൽവേഷൻ വെച്ചവരിവിടെ നമ്മൾ ചെയ്യുന്ന നന്മകൾ സ്വീകരിച്ച ഇവിടുത്തെ സമസ്തക്കാരും മറ്റ് പ്രസ്ഥാനക്കാരും, എനിക്ക് മടവൂരികളോട്, സമസ്തക്കാരോട്, ജമാഅത്തെ ഇസ്ലാമിയോട്, പത്രത്തിൽ കുറെ തോന്നിയാസങ്ങൾ എഴുതി പിടിപ്പിക്കുന്നവരോട്, നിങ്ങൾക്കൊക്കെ പരലോകമുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. ആ പരലോകത്ത് നമുക്കെത്തണം. അലം യഅതികുൻ നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ. അല്ല, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആള് വന്നില്ലേ? അതിന് വേണം എനിക്ക് നിങ്ങളോട്, നിങ്ങൾ എന്നെ വിളിക്കൂ. ഏത് സംഘടനയുടെ ബാനറിലാണെങ്കിലും തൗഹീദ് പറയാൻ വിളിക്കൂ, ആദർശം പറയാൻ വിളിക്കൂ. ജീവിതത്തിൽ മുഴുവനും
നമുക്ക് ഇസ്ലാമിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാം. ആയിരങ്ങൾ ഇവിടെ വെളിച്ചം കിട്ടാതെ നരകത്തിലായി പോകും. അവരെ കുറിച്ചോർത്ത് എനിക്കും നിങ്ങൾക്കും വേദനയില്ലേ? നാം കരയുന്നില്ലേ? നമ്മുടെ മനസ്സുകൾ വേദനിക്കുന്നില്ലേ? മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മൂത്താപ്പ എന്ന് പറഞ്ഞ ആ റസൂലുള്ളാഹിന്റെ മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹിലും തെറ്റിക്കുന്ന എന്തൊക്കെ പ്രവണതയാണ്. ഒരാൾ ആക്സിഡന്റ് പറ്റി, ആ ആക്സിഡന്റ് പറ്റിയ വ്യക്തി ആ സമയത്ത് മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ പറഞ്ഞു. ഓനെ കാമിലായ ഈമാൻ കിട്ടി മരിക്കുവോ എന്ന് ചോദിച്ചിട്ട് അക്സരി പറയാണ് കിട്ടും, മൊയ്തീൻ ശൈഖ് ഹാജരാകും, എന്നിട്ട് ഓന് ഷാത്തിയൽമ ചെല്ലാൻ മൊയ്തീൻ ശൈഖ് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്ന ശിർക്ക് അതിവിടെ കൊടുമ്പിരിക്കൊള്ളുന്നു. നമ്മളാണ് ഈ തൗഹീദ് മനുഷ്യരെ പഠിപ്പിക്കാനുള്ളത്. നമ്മുടെ എനർജി വെറുതെ നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ വാദവും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ആ ക്ലിപ്പിംഗ് ഒന്ന് കേട്ടു നോക്കൂ. എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക് ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീക്ക് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും ആ അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചു, ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ശൈഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ശൈഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശൈഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ശൈഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ശൈഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, മുഹിയുദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകില്ല. ആ മുഹിയുദ്ദീൻ ശൈഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരഹ്സനെയാണ് പടച്ചോനായക്ക് ഹിദായത്ത് നൽകട്ടെ. നിങ്ങൾക്ക് ഇതിന്റെ വശം മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പാന്റെ അടുത്തിരിക്കുകയാണ്. ഞാൻ ഈ ക്ലിപ്പിംഗ് കണ്ട അന്ന് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നറിയോ? നരകം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ളതല്ല, സ്വർഗം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ളതല്ല. എനിക്ക് എൻ്റെ മുസ്ലിം സംഘടനകളോടും നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലേറെ ഇഷ്ടപ്പെട്ട മൂത്താപ്പ, മോനെ നിന്റെ ആദർശം ശരിയാണെന്ന് എനിക്കറിയാം. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ മോനെ, എനിക്ക് താങ്ങാവുന്നതിലധികം ഭാരം നീ എനിക്ക് നൽകരുത്. കരഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എങ്കിൽ മുത്താപ്പ നിങ്ങൾക്ക് ഞാനൊരു ഭാരമാവില്ല, നിങ്ങൾ എന്നെ വിട്ടേക്കൂ, നിങ്ങളുടെ സംരക്ഷണം നിങ്ങൾ എന്നെ ഒഴിവായിക്കൂ. അല്ലാഹു യഹ്സിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു റസൂലിനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി ഏറെ സഹായിച്ച എത്രത്തോളം എന്നറിയുമോ? സ്വന്തം മക്കളെക്കാൾ നബിക്ക് വിരിയിട്ട് കൊടുത്ത്, നബിയെ സ്നേഹിച്ച്, നബിക്ക് വേണ്ടി മനസ്സുകൊണ്ട് ഉള്ളിൽ പ്രാർത്ഥിച്ച നബിയുടെ മൂത്താപ്പ മരിക്കാൻ കിടക്കുമ്പോൾ റസൂൽ ചെന്നു, മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മൂത്താപ്പ. സഹോദരങ്ങളെ, ഈ പുരോഹിതന്മാരുടെ കരാളാസ്തങ്ങളിൽ നിന്ന് ഈ മനുഷ്യരെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത്. പറയൂ, എന്തിന് നിങ്ങൾ പീഡിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മൂത്താപ്പ. നിങ്ങളെങ്ങാനും മരിച്ചു പോയാൽ ആ നരകമുണ്ടല്ലോ, കല്ലാ ഇന്നഹാ ലദാ നസാഅത്തൻ ലിശ്ശവാ എന്ന നരകമുണ്ടല്ലോ, സൂറത്ത് മാരിജിൽ പറഞ്ഞ ആ നരകത്തിന്റെ പങ്കാളിയാകുന്നത് സഹിക്കാൻ എനിക്ക് കഴിയില്ല മൂത്താപ്പ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ മൂത്താപ്പ. മനുഷ്യരെ നിങ്ങൾ എന്ത് വ്യാഖ്യാനിച്ചാലും അപകടമാണ്. ജീവിതത്തിൽ ഇസ്ലാമിന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാത്രം എന്താ മനുഷ്യരെ? അജലൽ ആലിയത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനെ പിന്നെ ഒരാളെയും വിളിക്കാൻ അവകാശമില്ല. അബൂജഹൽ മനസ്സിലാക്കിയ തൗഹീദത നിങ്ങൾക്ക് എന്ത് പറ്റി പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ പിന്നെ മൊയ്തീൻ ശൈഖിനെ വിളിച്ചുകൂടാ എന്നാണ് അബൂജഹൽ മനസ്സിൽ. അതുകൊണ്ടാണ്
സൂറത്ത് സ്വാദിൽ അജലല്ലാലിയത ഇലാഹും വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ് ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. എന്തൊരത്ഭുതമാണിത് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കളുണ്ട്, നേതാക്കന്മാരുണ്ട്, പ്രഗത്ഭരുണ്ട്. മൂത്താപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ എന്ന് പറയുമ്പോൾ പറയണെന്തറിയോ? വിളിക്കുകയും മൂത്താപ്പാനോട് പല ആളുകൾ പറയാൻ, നിങ്ങൾ ഞങ്ങളുടെ നേതാവാ, നിങ്ങൾ ഇതുവരെ വത്തിനെ വിളിച്ചു, സുബാഹിനെ വിളിച്ചു, ഇബ്രാഹിം നബിയെ വിളിച്ചു, അതെ അങ്ങനെ വിളിച്ചിട്ടല്ലാതെ മരിക്കല്ലേ. എന്നിട്ട് ഒടുവിലെന്തുണ്ടായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഇല്ല കൂട്ടരെ, ഇബ്രാഹിം നബിയെ വിളിച്ചുകൊണ്ട്, ഇസ്മായിൽ നബിയെ വിളിച്ചുകൊണ്ട്, മഹാന്മാരെ വിളിച്ചുകൊണ്ട്, ആ മില്ലത്തിലായിക്കൊണ്ട് നബിയുടെ മൂത്താപ്പ മരിച്ചു. പറയൂ, ഇബ്രാഹിം നബിയെ വിളിച്ചു മരിച്ച നബിയുടെ മൂത്താപ്പ നരകത്തിലാണെങ്കിൽ വൈദികനെ വിളിച്ചാൽ എങ്ങനെയോ സ്വർഗത്തിൽ പോവുക? എങ്ങനെയോ ഈമാനെ കിട്ടുക? എന്താണോ നീ ജനങ്ങളോട് പറയുന്നത്? എന്തിനാണ് നീ ജനങ്ങളെ വഞ്ചിക്കുന്നത്? സഹോദരങ്ങളെ, ഇത് ശിർക്കിലായിക്കൊണ്ട് മൂത്താപ്പ മരിച്ചപ്പോ റസൂലുള്ളാഹ് കരഞ്ഞു. നബിയുടെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. കാരണം നബിക്കറിയാം മൂത്താപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോലും വകുപ്പില്ല. മൂത്താപ്പ മുശ്രിക്കായിട്ടാണ് മരിച്ചത്. മൂത്താപ്പാക്ക് വേണ്ടി ഖുർആനിൽ 9-ാം അധ്യായം 113 അനുസരിച്ച് ഇസ്തിഗ്ഫാർ നടത്താൻ പോലും പെർമിഷൻ ഇല്ല. അറിയാം. അതുകൊണ്ട് നബി വിതുമ്പിക്കരഞ്ഞു. അല്ലാഹു ജിബ്രീലിനെ അയച്ചു. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. നബിയേ, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ തൗഹീദാ. തൗഹീദ് ഇല്ലെങ്കിൽ ഹിദായത്തില്ല. തൗഹീദ് ഇല്ലെങ്കിൽ ഹിദായത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലെങ്കിൽ ഹിദായത്തില്ല. ഹിദായത്ത് കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ മൂത്താപ്പ എന്നതിനെ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, ഞാൻ വേണം ഹിദായത്ത് കൊടുക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ ഞാൻ കൊടുക്കണം ആ ഹിദായത്ത്. അതിനനുസരിച്ചുള്ള ജീവിതം ഉണ്ടാകണം. എന്റെ സമസ്തക്കാരോട്, നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല. മിനാട്ടൻഡിൽ എന്നോട് സംസാരിച്ച ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് ഇത്ര വെറുപ്പ്? ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സ്നേഹിക്കുന്നവർ AP സുന്നികളാണ്, രണ്ടാമത്തത് NDF-കാരാണ്. എന്തേ കാരണം? നിങ്ങളോട് എനിക്കിഷ്ടമാണ്. നിങ്ങളുടെ തെറ്റുകളെ കാണുമ്പോൾ ഞാൻ എതിർക്കുന്നതും പറയുന്നതും, നിങ്ങളിൽ ഒരാളും നരകത്തിലുണ്ടാകരുത്, പിഴച്ച ഒരാളും പോകരുത്. ഇനി മുജാഹിദ് പ്രസ്ഥാനത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ എന്താ എതിർക്കുന്നത്? നമ്മൾ എന്താ അവരെ പറയുന്നത്? അവർ നരകാവകാശികളാകരുത് എന്നത് മാത്രമാണ്. സഹോദരങ്ങളെ, ക്ഷമിക്കണേ മനുഷ്യരെ. എൻ്റെ വാക്കുകളിലോ ഏതെങ്കിലും പരാമർശം നിങ്ങളെ വേദനിപ്പിച്ചുവെങ്കിൽ ക്ഷമ ചോദിക്കുക. ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 6 മാസം നിങ്ങൾ വിളിക്കുക. കാസർഗോഡ് ജില്ലയുടെ വ്യത്യസ്ത ഭാഗത്ത് ഒന്നും വേണ്ട, നമ്മൾ ജനങ്ങളോട് തൗഹീദ് പറയും, നരകത്തുന്നവരെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനം പറയും, ഖുർആനും സുന്നത്തും പറയും, ഹക്കും ബാത്തിലും വേർതിരിക്കും. അതിനാവണം നമ്മുടെ ജീവിതം, അതിനാവണം. നിങ്ങൾ ഞങ്ങളെ പറ്റിയൊക്കെ എന്ത് കേട്ടാലും ഞങ്ങളൊന്ന് വിളിച്ചുകൂടെ? നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ തോന്നിയാസം പറഞ്ഞാൽ നിങ്ങൾക്കല്ലേ കുറ്റം? നിങ്ങൾ എങ്ങനെ ഈ പാപഭാരം ഏറ്റുവാങ്ങും? അതുകൊണ്ട് വളരെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ പഠിച്ച് എനിക്ക് എൻ്റെ മുജാഹിദുകളോട്, ഇത് കേൾക്കുന്നവരോട്, ബൈലക്സിൽ ഇത് കേൾക്കുന്നവരോട്, KNM-ന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നവരോട്, നിങ്ങളും ചിന്തിക്കും നിങ്ങളുടെ പരലോകം എന്തേ ഇവിടെ നടക്കുന്നത്? ഇങ്ങനെ ആയാൽ മതിയോ? എന്താ ഇവിടുത്തെ പ്രശ്നം? നമുക്കൊന്നിക്കേണ്ടേ? നമുക്കിടയിൽ ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയുന്ന ഒരു ആരോപണമുള്ള ആരും കൂട്ടത്തില്ല. നിങ്ങൾക്കറിയാം, ഒരു ജിന്ന് ചികിത്സാ കേന്ദ്രം ഒറ്റ സെന്റർ പോലും ഇല്ല. നിങ്ങൾക്കറിയാം, ജിന്നിനോട് വിളിക്കുന്ന ഒരാളും ഇതിനില്ല. പിന്നെ എന്തിന്? ദുനിയാവിന്റെ മോഹമോ രാഷ്ട്രീയ ലാഭമോ? ഈ മുഹറം മാസത്തിൽ ഓർക്കേണ്ട 2 കാര്യങ്ങൾ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനം ഇത് കേട്ടിട്ട് നിങ്ങൾ പോകണം. എന്താ അത്? ഒന്ന് ആസിയ ബീവിയെ കുറിച്ചുള്ള ഓർമ്മകൾ, ഫിറോനെ കുറിച്ചുള്ള ഓർമ്മകൾ, മൂസ അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ. മുഹറം 9, 10 എന്താണ്? അതിലെ 10 എന്താണ്? മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിറൗനിന്റെ പട്ടാളത്തിൽ നിന്ന് മോചിതമാക്കിയ ദിനം അല്ലേ? എത്ര പീഡിപ്പിച്ചിരുന്നു? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ദുനിയാവിനെ കളപ്പുറത്താവണം നമുക്ക് ആദർശം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ നോക്ക്, ലോകത്തൊരു മനുഷ്യനെ എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനം എന്താ? ഫഖാല അന റബ്ബുക്കുമുൽ ആലാ എന്ന് പറഞ്ഞ ഫിറൗനിന്റെ, സ്വച്ഛാധിപതിയായ ഫിറൗനിന്റെ അതിർവരമ്പുകൾ വെട്ടിപ്പിടിച്ചതിന്റെ സ്വാധീന വലയത്തിൽ ജീവിച്ച ഫിറൗനിന്റെ ഭാര്യയാവുക, ഒരു രാജാവിന്റെ ഭാര്യയാവുക, വലിയ സ്ഥാനല്ലേ മനുഷ്യരെ? അത് ആ രാജ്യത്തിലെ പ്രഥമ വനിതയാകുക അല്ലേ? ആ രാജ്യത്തെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന സ്ഥാനത്തെത്തുക. ആ ആസിയ ബീവിക്ക് ഹക്ക് ബോധ്യപ്പെട്ടപ്പോ ആസിയ ബീവി എന്താ പ്രഖ്യാപിച്ചത്? എനിക്ക് റബ്ബ് മതി, ഭാര്യാപദം ഉപേക്ഷിക്കൽ. ഫിറൗനിനെ ഉപേക്ഷിക്കാൻ അറിയാം, ഇനി പീഡനങ്ങളുടെ കാലമാണെന്നറിയാം. അതെ, ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയാണ്, ഞാൻ എന്റെ പ്രഥമ വനിതാ സ്ഥാനം ഉപേക്ഷിക്കുകയാണ്. കാരണം യുവാക്കളെ,
മുജാഹിദുകളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, രാജകൊട്ടാരത്തെക്കാൾ സുഖലോലുപതയേക്കാൾ ദുനിയാവിലെ സ്ഥാനമാനങ്ങളെക്കാൾ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിറഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. തീർന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത്, റബ്ബേ, ഈ ഫിറഔനാകുന്ന ളാലിമിൽ നിന്ന്, അവന്റെ അനുയായികളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ. ഈ രാജകൊട്ടാരത്തെക്കാളും സ്വർഗത്തിലെ വീടാ എനിക്ക് വലുത്. സ്വർഗത്തിലൊരു മമ്മട്ടി ചാരി വെക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സ്വർഗത്തിലെ മമ്മട്ടി ചാരി വെക്കാനുള്ള ഇടത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിന്റെ ഏറ്റവും വലിയ കൊട്ടാരത്തെക്കാൾ സുഖലോലുപതയുള്ളതാണ് ആ മമ്മട്ടി ചാരി വെക്കുന്ന സ്വർഗം. സഹോദരി, സഹോദരാ, ജീവിതത്തെ ശുദ്ധീകരിക്കാൻ മറന്നു പോകല്ലേ. മരണം നമ്മോടൊപ്പമുണ്ട്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. മിനാട്ടണ്ടില്, മിനയില് കല്ലെറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ജംറയിലെ. അപ്പൊ എന്റെ കൂടെ ഒരു സഹോദരൻ കരയുകയാണ്. ഞാൻ പരിഗണിച്ചില്ല. കാരണം മിന എന്തെല്ലാം വികാരങ്ങളുള്ള സ്ഥലമാണ്. ആരും കരയില്ലേ. ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചു. കുറെ കഴിഞ്ഞ് അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ എന്തിനാ കരഞ്ഞത് എന്ന് ബാലുശ്ശേരിക്ക് അറിയാമോ? നിങ്ങൾ കരഞ്ഞത് എന്തിനാന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാ കരഞ്ഞത് എനിക്ക് പറയാൻ കഴിയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടോ ആ മിനയിൽ നിന്ന് ജംറയിലേക്ക് കല്ലെറിയാൻ പോകുന്ന ആ അറബിയെ കണ്ടു. ആ അറബിയുടെ ചുമലിൽ ഒരു കുട്ടിയെ കണ്ടു. ആ അറബിയുടെ ചുമലിൽ ഒരു കുട്ടിയെ കണ്ടു. ആ താടി വെച്ച അറബിയെ കണ്ടു. നിങ്ങൾക്ക് ആരെയെങ്കിലും തോന്നുന്നുണ്ടോ എന്ന്? ഞാൻ പ്രത്യേകിച്ചില്ല. ഇതുപോലെയായിരുന്നു പറയാൻ. ഇത് കണ്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്. കാരണം ഇതുപോലെ താടിയുള്ള, ഇതുപോലെ വെളുപ്പുള്ള ഒരാളുടെ ചുമലിൽ കഴിഞ്ഞ ഹജ്ജ് സീസണിൽ ഞാൻ ഒരാളെ കണ്ടിരുന്നു. അതെന്റെ പ്രിയങ്കരനായ ജാബിർ കായക്കൊടിയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ ഷോൾഡർ എടുത്ത് മിനായിൽ നിന്ന് ജംറയിലേക്ക് കല്ലെറിയാൻ ജാബിർ കായക്കൊടി അന്ന് പോയെങ്കിൽ ഇന്നെനിക്ക് കല്ലെറിയാൻ ജാബിറില്ല. ഇന്നെനിക്ക് കുഞ്ഞിനെ ഷോൾഡർ എടുത്തു വെക്കാൻ ജാബിർ തിരിച്ചു വരില്ല. മോയിൻകുട്ടി മദനി തിരിച്ചു വരില്ല. സഹോദരങ്ങളെ, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. അതെ, നിങ്ങൾ ഉറങ്ങുമ്പോൾ അല്ലാഹു നിങ്ങളെ പിടിക്കും. എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ജമാഅത്തുകാരോട്, എന്റെ പ്രിയപ്പെട്ട ലീഗുകാരോട്, എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളോട്, ഇവിടെ കൂടിയ മനുഷ്യരോട്, മരിച്ചു പോകുമെന്ന ഓർമ്മ ഉണ്ടാകണം. ഏത് നിമിഷവും അത് വരുമ്പോൾ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന അവസ്ഥയല്ലാതെ നിങ്ങൾക്കുണ്ടാകരുതേ എന്നൊരേ താക്കീത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പഠിക്കണം. നുണപ്രചരണങ്ങൾ നിങ്ങൾ കേൾക്കണം. വരുമല്ലോ പലരും. നിങ്ങൾ കേട്ടു നോക്കിയെന്ന് അവർ പറയുന്ന നുണ എന്താണ്, വ്യാഖ്യാനം എന്താണ്, അവരുടെ ക്ലിപ്പിംഗ് എന്താണ്, സത്യസന്ധത എന്താണ്? ഞങ്ങൾക്ക് തെറ്റുപറ്റിയോ നിങ്ങൾ ന്യായമായി ചൂണ്ടിക്കാണിക്കുക. തിരുത്താൻ ഞങ്ങൾ റെഡിയാണ്. സത്യസന്ധമായി നിങ്ങൾ പറയും, തിരുത്താൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ആരും പറഞ്ഞോ, സമസ്തക്കാർ പറഞ്ഞോ, നിങ്ങളെ പറ്റി ഞങ്ങളുടെ പ്രയോഗത്തിൽ നിങ്ങൾക്ക് എന്ത് വേദന ഉണ്ടാക്കി, അത് ന്യായമാണോ? തിരുത്താൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങൾക്കറിയാലോ, ഒരു മന്ത്രിയെ കുറിച്ച് എന്റെ പരാമർശത്തിൽ തെറ്റുപറ്റി. ഞാൻ എല്ലാവരോടും പറയും, ആ തെറ്റ് പറ്റിയിട്ട് ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടാ തിരുത്തി. പൊന്നാര മുസ്ലിമീങ്ങൾ, നിങ്ങൾക്ക് സംഭവം അറിയൂ എന്താ? അന്ന് തന്നെ താഴെ ഇറങ്ങിയപ്പോൾ റെക്കോർഡ് ചെയ്യുന്നവരോട് പറഞ്ഞു, കൂട്ടരെ അത് ഒഴിവാക്കണം, തെറ്റ് പറ്റിപ്പോയതാണ്. ഞാൻ അവിടെ പറഞ്ഞു. മെയ് 13 ഞാൻ അവിടെ പറഞ്ഞു. ആ വ്യക്തിയെ, ആ രാഷ്ട്രീയ നേതാവിനെ ഞാൻ വിളിച്ചപ്പോൾ അയാൾ പറയാണ്, നിങ്ങളെ പുറത്താക്കിയത് എന്നെ വിമർശിച്ചതിന്റെ പേരിലാണ് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ നേതാവിനോട് പറയാം. എത്ര മാന്യനാണ് അദ്ദേഹം. എന്നോട് പറഞ്ഞ എന്താ അറിയോ? ലീഗിന്റെ കത്ത് കിട്ടിയോണ്ടാ പുറത്താക്കി. നുണ മാത്രമല്ല, അന്ന് തന്നെ പശ്ചാത്തപിച്ചു. പിന്നെയല്ല, 3 കൊല്ലം തൗഹീദ് ആണ് എന്ന് പറഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് ശിർക്കാക്കി തൗബ ചെയ്തോലെ കഥയല്ല കഥ, എന്റെ കഥ. ആലോചിക്കണം. മനുഷ്യരെ മുഴുവനും സമസ്തക്കാരോട് നിങ്ങൾ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞു, മടപൂരികളോട് നിങ്ങൾ പിഴച്ചവരാന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ട് പറയാണ് 3-4 കൊല്ലം കഴിഞ്ഞിട്ട് 6-7 കൊല്ലം പ്രസംഗിച്ചിട്ട് പറയാ ഞങ്ങൾക്ക് തെറ്റാ പറ്റി 7 കൊല്ലം. എന്നിട്ട് ഇപ്പഴാ തൗബ ചെയ്ത്. ഞാനോ 7 മിനിറ്റ് വ്യത്യാസമില്ലാതെ എന്റെ റബ്ബ് പഠിപ്പിച്ചതാ. വലം യുസിറു അലാ മാ ഫഅലു
വഹും യഅലമൂൻ. 3-ാം അധ്യായം 135. തെറ്റ് പറ്റിയ തിരുത്തുന്നവനാ വിശ്വാസി. ശരിക്കും എന്തായും വേണ്ട? സ്റ്റേറ്റ് നേതൃത്വം എന്തായും ചെയ്യേണ്ടത്? ഒരു തെറ്റ് പരസ്യമായി പറ്റിയപ്പോ തെറ്റ് തിരുത്തിയ ബാലുശ്ശേരിയെ നിങ്ങൾ മാതൃകയാക്കൂ എന്നല്ലേ പറയേണ്ടത്? ഈമാനുള്ളവരെ നിങ്ങൾ പറയും, അങ്ങനെയല്ലേ പറയേണ്ടത്? നമുക്ക് ഈ യുവപ്രബോധകൻ മാതൃകയാണെന്നല്ലേ പറയേണ്ടത്? എന്നെ പിടിച്ച് വെളിക്കിരുത്തുകയാണോ വേണ്ടത്? ആണോ? ഇനി ഇതിന്റെ ഒരു മറുവശം കൂടി ഞാൻ ചോദിക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ആളുകളെ നമുക്ക് കുറെ സ്വാധീനം ഉണ്ടാക്കി തരുന്നതെന്ന് വിചാരിച്ചോളി, എല്ലാ സംഘടനക്കും അങ്ങനെ വിചാരിച്ചോളി. അപ്പൊ അവര് ശിർക്ക് ചെയ്താകും മിണ്ടണ്ടെന്നാ? അതാണോ സ്നേഹം? ഞാൻ ചോദിക്കണം. ഇവിടെ ലീഗരല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. ഒരു മന്ത്രി നരകത്ത് പോയിക്കോട്ടെ, അയാൾ ശിർക്ക് ചെയ്തോട്ടെ, മിണ്ടണ്ട. കാരണം അയാൾ അടുത്ത ആഴ്ച ഇന്ന് എന്തെങ്കിലും ഒന്ന് അണിയിച്ചാലോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമാനം തന്നാലോ. ഞാൻ ചോദിക്കട്ടെ, ആണായി പറഞ്ഞവരിൽ അദ്ദേഹം മമ്പറത്തിറകെ പോയി പ്രാർത്ഥിച്ചതിനെ സത്യസന്ധമായി ഞാൻ വിമർശിച്ചു. ആ തെറ്റ് തിരുത്താൻ ഞാൻ ശ്രമിച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു, അല്ലേ? അങ്ങനെയുള്ള എന്നെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? നിങ്ങൾ ആരെങ്കിലും നിർവഹിച്ചു? അത് നിങ്ങൾ ആരെങ്കിലും നിർവഹിച്ചു? നിങ്ങൾ ഏതെങ്കിലും സംഘടന നിർവഹിച്ചു? ഞങ്ങൾ പറയുന്നത് ഇതാണ്, നമുക്ക് രാഷ്ട്രീയ നേതൃത്വം വേണം, നമുക്ക് മതനേതൃത്വം വേണം. ഒറ്റ രാഷ്ട്രീയ നേതാവ്, ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയും നരകത്ത് പോരുത് എന്ന് ഞാൻ വിചാരിച്ച അതാണോ എന്റെ കുറ്റം? അതാണോ? ഇനി നോക്ക്, ലീഗിന് നമ്മൾ വോട്ട് ചെയ്തിട്ടില്ലേ? മുജാഹിദുകൾ മാത്രമാണ് ലീഗിനെ കാല് വാരാത്തത്. അല്ലാത്ത കാലത്തൊക്കെ എല്ലാവരും മാറിയില്ലേ? അപ്പൊ നമ്മളോടല്ലേ അവർക്ക് ഏറ്റവും വലിയ കടപ്പാടുണ്ടാണ്ട്? ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ? അല്ലേ? നമ്മൾ വോട്ട് ചെയ്തിട്ടല്ലേ അവർ ജയിക്കണം? നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേ? അപ്പൊ നമ്മളോട് മാത്രമല്ല, ജനപ്രതിനിധി എന്നല്ലേ നമ്മൾ പറയല്? ജനപ്രതിനിധി പറഞ്ഞാൽ എന്താ? ഈ ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചെടുക്കുന്നു. ലീഗും മുജാഹിദും ഒക്കെ ഒന്നിച്ച് മുജാഹിദിന്റെ സമുന്നതന്മാരായ നേതാക്കന്മാരാണ് ലീഗിൽ. എന്നിട്ട് അതിന്റെ പേരിൽ വിമർശിച്ചു, എന്നിട്ട് എന്നെ പുറത്താക്ക്. ഞാൻ തിരിച്ചല്ലോ കൂട്ടരെ. മാത്രമല്ല 27 കൊല്ലം പ്രസംഗിച്ചിട്ട് ഒരിക്കലും മാത്രമല്ലേ അങ്ങനെ ഒരു തെറ്റ് പറ്റി. ആ തെറ്റ് പ്രസംഗത്തിൽ തെറ്റുകളെ പറ്റാ, മനുഷ്യ സഹജല്ലേ, എല്ലാവർക്കും പറ്റാ. ആദർശപരമായി എന്ത് പറ്റി? അതുകൊണ്ട് നിങ്ങൾ വസ്തുതകൾ പഠിക്കും. ആവശ്യമില്ല. ഇവിടെ വന്നപ്പോ ഒരു പത്രം കിട്ടി, പ്രാദേശിക പത്രം. ജിന്ന് വിവാദത്തിലാണ് ഞാൻ പുറത്തായത്. എന്തിനധികം നമ്മളെ കാസർഗോഡ് ഉണ്ടല്ലോ ചില ഹദീസ് നിഷേധികള്, ഓലർക്ക് ഒരു ലഘുലേഖ കണ്ടു. ഞാൻ ആ ലഘുലേഖ വായിച്ചപ്പോ എനിക്ക് ചിരിയാ വന്നത്. അതിന്റെ ആദ്യത്തെ പാരഗ്രാഫില് ജിന്ന് സീർ വിവാദത്തിൽ സംശുദ്ധീൻ ബാലത്തിനെയും സക്കരിയ സ്വലാഹിയെയും താക്കീത് ചെയ്തു. അടുത്ത പാരഗ്രാഫ് എന്താ അറിയോ? താക്കീത് ചെയ്തതിന് ശേഷവും ഇവർ തുടർന്ന കാരണത്താൽ മുജാഹിദ് ബാലുശ്ശേരിയും സക്കരിയ സ്വലാഹിയെയും ഇവരെയും വീണ്ടും ശാസിച്ചു. പിന്നെ എങ്ങനെ ആദ്യത്തെ പാരഗ്രാഫിലുള്ള 2 പേരിന്ന് 3-ാമത്തെ പേരിലേക്ക് വന്ന് കൂട്ടിയടിക്കുക? ഇവരെനിക്ക് തന്ന കത്ത് അവിടെ ഉണ്ട്. അതെന്താ? 2 കാര്യം. ഒന്ന്, ഞാൻ നേതാക്കന്മാരെ തലശ്ശേരി ദുസ്സൂചന കൊണ്ട് സൂചിപ്പിച്ചു. അവിടെയും ഞാൻ നടത്തിയിട്ടുള്ള എന്തേ ഉള്ളൂ? 3 പേര് പറഞ്ഞപ്പോ യാദർശികമായി നേതാക്കന്മാരായി പോയി. ഞാനത് അവരോട് തുറന്നു പറഞ്ഞ നിഷ്കളങ്കമായി. ഞാൻ എന്താ പറഞ്ഞത്? പലപ്പോഴും ആളുകൾ എന്ത് വിചാരിക്കാറ്? ആ പ്രസംഗം തന്നെ അങ്ങനെയാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പലിശയുമായി ബന്ധപ്പെടുന്നവരൊക്കെ എന്താ വിചാരിക്കുക? ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, എന്റെ ബിസിനസ് വിജയിക്കൂല. അതൊക്കെ പിശാചുണ്ടാക്കണ. പലിശയുമായി ഞാൻ ബന്ധപ്പെടില്ല എന്ന് തീരുമാനിച്ചാലോ അള്ളങ്ങളെ സഹായിക്കും. കാരണം അല്ല പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നിങ്ങൾ അള്ളാനെ സൂക്ഷിച്ചാൽ അള്ളാഹ് ഒരു മാർഗം ഉണ്ടാക്കി തരും. പലിശന്റെ ചെറിയ തോത് പോലും അല്ലേ 36 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യാന്നാ. ഉമ്മാനെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് തുല്യാണ് അല്ലേ? അങ്ങനെ പഠിപ്പിച്ചോണ്ട് ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ അള്ളാനെ സൂക്ഷിച്ച് പലിശ ഉപേക്ഷിച്ച അള്ളാഹ് നിങ്ങൾക്ക് ഒരു മാർഗം ഉണ്ടായി തരും അല്ല പറയും. ഇത് ഇന്ന പണ്ഡിതന്റെ, ഇന്ന നേതാവിന്റെ വാക്കല്ല, ഇന്ന നേതാവിന്റെ വാക്കല്ല, ഇന്ന നേതാവിന്റെ വാക്കല്ല. ഇത് അള്ളാന്റെ കലാമാണ്. എന്ത് തെറ്റായിലുള്ളത്? എന്ത് തെറ്റാ ദാർശനികമായിലുള്ളത്? ഇനി ആ പേര് പറഞ്ഞപ്പോ ഒരു ബഹുമാനം കുറഞ്ഞു എന്നാണോ? ഞാനതിന് മാപ്പ് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ഞാനതിന് മാപ്പും പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? നിങ്ങളൊക്കെ പറയണേ ഇത് ഞങ്ങളുടെ കാന്തപുരം പറഞ്ഞതല്ല, ഇത് ഞങ്ങളുടെ ചെറുശ്ശേരി പറഞ്ഞതല്ല, ഇത് അല്ല പറഞ്ഞാന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലുണ്ടോ പുറത്താക്കല്? അപ്പൊ നിങ്ങൾ വസ്തുത പഠിക്കും, മനസ്സിലാക്കി വസ്തുതാപരമായ കാര്യങ്ങൾ വിലയിരുത്തും. കാരണം എന്തെന്നറിയോ? വസ്തുതാപരമായ എല്ലാ കാര്യങ്ങൾ വിലയിരുത്തുന്നതെങ്കിൽ അതുകൊണ്ട് ദുനിയാവിൽ എന്താ നേട്ടോ? പരസ്പരം മിത്രങ്ങളായാലൊക്കെ ശത്രുക്കളാവും. എന്നെ കാണുമ്പോൾ നിങ്ങൾ പരിഹസിക്കും. എനിക്ക് സ്ഥിര ട്രെയിനിലാണ് കയറിയാൽ സമസ്തക്കാരിലെ AP സുന്നികൾ എന്നെ വിടാറുണ്ട്. ബാല ഇപ്പൊ വിളിക്കുന്ന എന്താ പറയുക? നിങ്ങൾ ബാല നമ്പൂതിരി ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് വിളിച്ചോണ്ട് വല്ല റാഹത്തും കിട്ടുമെങ്കിൽ വിളിച്ചോളി, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ കാര്യം പരലോകത്ത് എന്താ? എനിക്ക് നല്ലൊരു പേര്, അതും പ്രഗത്ഭനായ ഒരു താബയുടെ ലോകപ്രസിദ്ധ പണ്ഡിതന്റെ പേര് എന്റെ വാപ്പ ആഗ്രഹിച്ചിട്ടതാ. എന്റെ മോൻ മുജാഹിദായി തന്നെ വളരണം,
മുജാഹിദായി തന്നെ ജീവിക്കണം എന്ന്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ അതിനെതിരായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സുഹൃത്തുക്കളെ, ആദർശപരമായി പൊരുത്തക്കേടുണ്ടെങ്കിൽ ആദർശപരമായി നേരിടല്ലേ വേണ്ടത്? വ്യക്തികളെ നമ്മളതൊന്നും ആരെ പറ്റി പറയുന്നില്ല. നമ്മൾ ദാർശനികമായ ഒരു ചർച്ച, അതായത് ഹദീസുകളെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ നമ്മളത് പറയും. അത് ആര് പറഞ്ഞാലും ഇങ്ങനെ എന്തെല്ലാം നുണകൾ. ആലോചിച്ച് നോക്ക്, ഞാൻ ഇതെന്ത് മനുഷ്യലോകമാണിത്? എന്തൊരു മനുഷ്യലോകമായി ഇത്. ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ യാദൃശ്ചികമാണ് ഒരു പെൺകുട്ടിൻ്റെ അടുത്തേക്ക് ഒന്ന് സലാം പറഞ്ഞു. മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു. നമ്മുടെ പ്രസംഗം കേട്ടിട്ട് അവള് ഇസ്ലാമിൽ വന്നതാണ്. അവൾ എന്നെ കണ്ട ഉടനെ സലാം പറഞ്ഞു. സലാം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. ജിഫ്രീൻ എങ്ങാൻ പറഞ്ഞു ഒരു പെൺകുട്ടി. ഞാൻ സലാം അടക്കി. എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ അടുത്ത കാലത്ത് നിങ്ങളെയൊക്കെ പ്രസംഗം കേട്ടിട്ട് വന്ന ആളാണ്, കണ്ടതിൽ സന്തോഷം. അത് ക്യാമറ പകർത്തി കളഞ്ഞ് ഖുറാഫി മൊയ്ലിയാര് എന്താ പോലോടൊക്കെ പറയുന്നത്? എന്താ നിങ്ങളോടൊക്കെ എന്താ ഇപ്പൊ പറയുന്നത്? എനിക്ക് മനസ്സിലാവില്ല. നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു അവസ്ഥാവിശേഷം എവിടെ കൊണ്ട് എത്തിച്ചു നമ്മളെ എല്ലാവരെയും? മരിച്ചുകൊണ്ടേ പ്രിയപ്പെട്ടവരെ, പടച്ചതമ്പുരാനെ കണ്ടുമുട്ടണം എന്ന വിശ്വാസം നിങ്ങൾക്കില്ലേ? ഖബർ ജീവിതമുണ്ടെന്നും ഖബറിൽ വിചാരണയുണ്ടെന്നും നരകസ്വർഗങ്ങൾ ഉണ്ടെന്നും അവിടെ സിറാത്ത് എന്ന പാലമുണ്ടെന്നും അവിടെ റബ്ബിന്റെ ചോദ്യമുണ്ടെന്നും എന്നേ നിങ്ങളൊക്കെ ഓർക്കാത്തത്? നിങ്ങൾക്ക് എന്ത് പറ്റി? സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ഉള്ളത് പറയാലോ. എൻ്റെ വീട്ടിലെ ഓരോ റൂമും രാത്രി ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ കിടക്കല്. ഏതെങ്കിലും ഒരു സക്കാഫി ക്യാമറയായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് പേടിയുണ്ട് എനിക്ക്. സത്യനെ പറയുന്നത്. എന്ത് മനുഷ്യന്റെ ജീവിതത്തിന് എന്ത് സേഫ്റ്റിയുള്ളത്? ഞാൻ പലപ്പോഴും ഉറപ്പുവരുത്തും ജനലിന്റെ വാതിൽ കുറ്റിയിട്ടുണ്ടോ വിരി മാറ്റിയിട്ടുണ്ടോ എന്ന്. കാരണം എനിക്ക് ഇവരെ പേടിയാണ്. ഇത് വല്ലാത്തൊരു ലോകമാണ്. പടച്ചോൻ കാക്കട്ടെ, അള്ള കാക്കട്ടെ. എന്തും ചെയ്യാൻ മടിക്കില്ല എന്നത്തെ ലോകം. അള്ളാനെ കണ്ടുമുട്ടൽ മറന്നുപോയ, പടച്ചോനെ കണ്ടുമുട്ടൽ മറന്നുപോയ ഒരു കൗമിനോട് സത്യമാണ് ഞാൻ പറയുന്നത്. വളരെ സൂക്ഷിച്ചോളെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ എല്ലാവരെ പറ്റിയും പറയുന്നത്. എന്തൊരു ലോകമാണിത്. നാട്ടുകാരോട് പറയാൻ പറ്റതൊക്കെ. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യന്മാരെ? എനിക്കിതൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുന്നു. ക്ഷമിക്കണേ. ഇതൊന്നും ശരിയല്ല. ഇതൊക്കെ ഒഴിവാക്കി മനുഷ്യരെ നന്മ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് മടങ്ങി പടച്ചോനെ പേടിക്കുന്നതിലും എന്തൊരു ഉത്തമനായ മാതൃക അള്ളാന്റെ റസൂൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ട് ആ മാതൃക അവലംബിച്ച് ആ മാതൃക അനുസരിച്ച് ജീവിച്ചോളി. ധാരാളമായ നുണപ്രചരണങ്ങൾ. 100 കോടി മുക്കിയാളാണ് ബാലുശ്ശേരി നോക്കുക. പടച്ചോനെ, വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഞാൻ അവനോട് പറഞ്ഞ, മോനെ ഇജ സൂപ്പർ മാർക്കറ്റ് കാണിച്ചെന്ന് ഞാനൊരു പേസ്റ്റ് എങ്കിലും അതിൽ നിന്ന് എടുത്തോട്ടെ. നിങ്ങറിയോ, അധ്വാനിച്ച് ജീവിച്ചൊരു പാരമ്പര്യം എനിക്കുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും തഴമ്പുണ്ട്. ഞാൻ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. മുസ്ലിമിൻ്റെ ജീവിതം അതാണ്. പ്രവാചകന്മാരുടെ ജീവിതം അതാണ്. ആളുകളുടെ ഓസി മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് പാടില്ല, ചെയ്യില്ല. നിങ്ങൾ ആരെ അറിഞ്ഞുകൊണ്ട് വഞ്ചിക്കില്ല. ഞാൻ നാളെ മരിച്ചു പോയാൽ എൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാൽ, അത് വീണ്ടും നിങ്ങൾ ആവർത്തിച്ചാൽ നിങ്ങൾ പാപികളായി തീരും. ഞാൻ ആരുടെയും കട്ടുമുടിച്ച് വീടുണ്ടാക്കിയിട്ടില്ല, ഒരു സംഘടനയും ചതിച്ചിട്ടില്ല. നിങ്ങളിത് മനസ്സിലാക്കും. ആരുമായ ഒരിടപാടിലും മോശത്തരം കാണിച്ചു മനുഷ്യ സഹജമായി ഡേറ്റുകൾ പറഞ്ഞ് മാറിപ്പോകും. ഇതൊക്കെ മനുഷ്യന് സംഭവിക്കുന്നു. അല്ലാതെ ഒരാളെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല, എനിക്കൊരു ബിസിനസ് ഇല്ല, ഫുൾ ടൈം ഈ ദൈവത്തുമായി അല്ലാതെ എന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോട്ടിൽ നിങ്ങൾ എന്നെ കാണുന്നുവെങ്കിൽ അത് പ്രസംഗത്തിനാണ്. ഈയിടെയായി ആളുകൾ എപ്പോഴും ചോദിക്കും, ഇന്നെവിടെയാ പരിപാടി? ഞാൻ ചോദിച്ചോടോ, പ്രസംഗം അല്ലാത്തൊന്നും മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലേ? അപ്പൊ ഇന്ന് പ്രസംഗമല്ലല്ലേ, പ്രസംഗം മാത്രമാ ജീവിതം എന്ന് പറഞ്ഞാൽ അവരെ എന്നെ പറ്റി മനസ്സിലാക്കിയെന്നറിയാം. എനിക്ക് പ്രസംഗമില്ലാത്ത ഒറ്റ ദിവസവും ഇല്ല. അങ്ങനെ തന്നെ ജീവിച്ച ആളാ ഞാൻ, അന്നും ഇന്നും. അഹങ്കാരത്തോടു കൂടി പറയല്ല. അതുകൊണ്ട് ആരും അംഗീകരിക്കണ്ട. പടച്ചോനെ, പടച്ച റബ്ബ് ഒരിക്കലും കൈവിടൂല എന്നുള്ള ഉത്തമമായ വിശ്വാസം. എന്തെല്ലാം ഏറ്റുവാങ്ങിയപ്പോഴും ഒരിക്കലും തകർന്നു പോയിട്ടില്ല. ഇല്ല ഇല്ല. ഭീമാപള്ളിയിലെ ജീപ്പിനടിയിൽ കിടത്തി വലിക്കാൻ ശ്രമിച്ചപ്പോഴും, തല്ലിക്കൊല്ലാൻ ശ്രമിച്ചപ്പോഴും, ഉള്ളാളത്ത് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചപ്പോഴും പതറിപ്പോയിട്ടില്ല നെഞ്ചകം. ഒരിക്കലും അള്ള നൽകിയ ഈമാന കൊണ്ട് ഒരിക്കലും പതറിപ്പോയിട്ടില്ല. പക്ഷേ ഏറെ വേദനിച്ചു. സ്വന്തം നേതാക്കന്മാരും അനുയായികളും മുശ്രിക്കാക്കിയപ്പോൾ, കാഫറാക്കിയപ്പോൾ, അന്ധവിശ്വാസിയാക്കിയപ്പോൾ, പലതും പ്രചരിപ്പിച്ചപ്പോൾ വേദനിച്ചു. വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ ഫസബ്റുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. ഭംഗിയായി ക്ഷമിക്കുന്നു ഞങ്ങൾ. എല്ലാം ഞങ്ങൾ അല്ലാഹുവിലേക്ക് വിടുന്നു. അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. അല്ലാഹുവേ ഞങ്ങളുടെ വേദനകൾ നിന്നോട് പങ്കുവെക്കുന്നു. മനുഷ്യരെ
സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇസ്ലാമിനെ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ ഓർത്തുകൊണ്ടല്ലാതെ നിങ്ങൾ ഒരാളും ഇവിടുന്ന് പിരിഞ്ഞു പോകരുത്. ഒരാളും നിങ്ങൾ വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല ഇവിടുന്ന് പോകരുത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ശിർക്കിന്റെ അംശങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യം സത്യമായി പറയാൻ, ധൈര്യമായി പറയാൻ അള്ളാഹു തൗഫീഖും സ്ഥൈര്യതയും എല്ലാം നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചതമ്പുരാൻ ഈമാനോടുകൂടി നമ്മളെ മരിപ്പിക്കട്ടെ. നമ്മുടെ നേതാക്കന്മാരിൽ പലരും അസുഖമായി ബാധിച്ചു കിടക്കേണ്ടവർക്കെല്ലാം അള്ളാഹു എളുപ്പം നൽകട്ടെ. എന്ത് തെറ്റുകൾ പറ്റുണ്ടെങ്കിലും പടച്ചോന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതിൽ നമ്മൾ മുന്നേറുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم السلام عليكم ورحمة الله وبركاته.